ഓക്കെ. സോ ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മൾ ഇന്ന് ചിലരുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു വിഷയം സെലക്ട് ചെയ്തതാണ്. നമ്മൾ ഇതിനു മുമ്പ് പല സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഹൗ ടു ഓവർകം ലേസിനെസ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, അതിന്റെ രണ്ട് പാർട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ അറിയിച്ച പോലെ പേടി എങ്ങനെ മറികടക്കാം, ഹൗ ടു ഓവർകം ഫിയർ എന്നുള്ളതാണ്. അപ്പം ഈ സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കണം. നമുക്ക് എല്ലാവർക്കും ഓരോരോ വിധത്തിലുള്ള പേടികളുണ്ട് അല്ലേ? പേടികളില്ലാത്ത ആരുമില്ല. അങ്ങനെ 100%, 100% എല്ലാ മേഖലയിലും ധൈര്യം സംഭരിച്ചിരിക്കുന്ന അല്ല ധൈര്യത്തോടെ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമുക്ക് കാണാൻ പറ്റില്ല, റയറാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ടോണി ഒന്ന് പറയൂ, ഏത് മേഖലയാണ് പേടിയുള്ളത്? പേടി എന്ന് വെച്ചാൽ അങ്ങനെ വല്ലാത്ത പേടി വേണ്ട, ചെറിയ പേടിയായാലും പറയാം. നമുക്കൊരു കംഫർട്ട് അല്ലാത്ത ഏരിയകള് വരുമ്പോഴാണ് നമുക്ക് ഒരു പേടി തോന്നുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ഏൽപ്പിച്ചു, പെട്ടെന്ന് നമുക്ക് അറിയില്ല അപ്പൊ അതിനെപ്പറ്റി നമുക്കൊരു പേടി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒരു ഫിയർ ഉണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഒന്ന് വരുന്നത്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് ബേസിക്കലി ഒരു ആങ്സൈറ്റി ആണ് ശരിക്കും അല്ലേ? ഒരു ആങ്സൈറ്റി ആണ് ഉണ്ടാവുന്നത്. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പിന്നെ ഒരു ഹൈറ്റ്, ഭയങ്കര ഹൈറ്റിലേക്കൊക്കെ നമ്മൾ പെട്ടെന്ന് പോവുക, അങ്ങനത്തെ ഉള്ള ഇതൊക്കെ ചെയ്യില്ല. ഇപ്പൊ ഈ റൈഡുകള് പോവുക, അതൊക്കെ ഒരു പേടിയാണ് അല്ലേ? ഓക്കെ. അതിന് ആക്ച്വലി നമ്മൾ പറയണത് ഫോബിയ എന്നാണ്. ഫോബിയ. ഫിയർ ഓഫ് ഹൈറ്റ്സ്, അക്രോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമ്മുടെ ഈ സെഷനകത്ത് കുറച്ചൊന്ന് കാണാം, ഈ ഫോബിയാസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. കാര്യം ഈ ഫോബിയയും ഫിയറും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഫോബിയ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഫിയർ ആണ് അത്. പക്ഷേ അത് ദാറ്റ് ഈസ് കൺഫൈൻഡ് ടു എ സ്പെസിഫിക് ഏരിയ, ഒരു പ്രത്യേക ഏരിയയിലുള്ളൊരു ഇപ്പൊ പറഞ്ഞ ഒരു ഹൈറ്റ് ഓഫ് ഫിയർ ഓഫ് ഹൈറ്റ്സ്, അതാണ് ഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വേറെ ആരെങ്കിലും ഒരാൾ പറയൂ. ഓമന മാം പറയൂ, എന്താണ് പേടി? പേടിയുള്ള ഏരിയ. പേടി ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ, പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോ സീരിയസ് ആയിട്ട് കാര്യമോ പെട്ടെന്ന് ഒരു പേടി, അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള ഒരു പേടി ഉള്ളിന്റെ ഉള്ളിലുണ്ട്. എനിക്കെന്താ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ആയിരിക്കാം. പെട്ടെന്ന് അങ്ങോട്ടേ അവരെന്ത് വിചാരിക്കും, അങ്ങനെ ഒരു പേടി ഉള്ളിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കാതിരിക്കാറില്ലല്ലോ, നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. ഇല്ല, സംസാരിക്കാറുണ്ട്. ഒരു കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കുന്ന ഒരു സമയം വരുമ്പോഴാണ് എനിക്ക് പേടി വരുന്നത്, കൂടുതൽ പേടി വരുന്നത്. ഓക്കെ ഓക്കെ, അതാണ് ഒരു മേഖല. പിന്നെ വേറെ ഏതെങ്കിലും മേഖലയുണ്ടോ? വേറെ അങ്ങനെയൊന്നുമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സാധാരണ മനുഷ്യന്മാർ പേടിക്കുന്ന മേഖലകളൊന്നും പേടിയില്ല. ഓക്കെ ഓക്കെ. ജെയിനി, എന്താണ് പേടിയുള്ളൊരു മേഖല പറയാമോ? എനിക്ക് ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു, ലൈസൻസ് ഒക്കെ ഉണ്ട്. വണ്ടി തന്നെ എടുക്കാൻ പേടിയാണ്. അതെ അതെ, അത് ശരിക്കും. എന്നാലും ആ ഒരു കോൺഫിഡൻസ് കുറവ് ഇല്ല. ഓക്കെ. ശരിക്കും പറയണെങ്കിൽ വണ്ടി ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാല് എറണാകുളത്ത് കൂടി വണ്ടി ഓടിച്ചാൽ ലോകത്ത് എവിടെ ഓടിക്കാൻ പറ്റും. അത് ശരിയാ, പിള്ളേര് പറയാറുണ്ട്. അതെ, ഒരു ദിവസം ഇവിടെ വന്ന് വണ്ടി ഓടിക്കണം. അപ്പൊ ഓക്കെ, നമുക്ക് അത് ഒരു പേടി. സോ അത് നാച്ചുറൽ ഫിയർ ആണത്. അത് കൂടാതെ വേറെ എന്തെങ്കിലും മേഖലയുണ്ടോ? വേറെ അങ്ങനെയല്ല. പിന്നെ പാമ്പിനെ പേടിയാണ്. എക്സാക്ട്ലി. പാമ്പിനെ പലർക്കും പേടിയാണ്. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. കുഴപ്പമില്ല. റഹീമ, ഏതാണ് പേടിയുള്ള മേഖല എന്ന് പറയാമോ? എനിക്കും പാമ്പിന് പേടിയാന്ന് മനസ്സിലായി. ഓക്കെ ഓക്കെ. റഹീമ, കേൾക്കാവോ? ഏതാണ് പേടി ഉള്ള മേഖല? എന്താ പേടിന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇവിടെ എന്താ ഉള്ള പേടിക്കാന്? നാട്ടിലാകെ പാമ്പുണ്ട്, മൊത്തത്തിൽ പേടി എന്ന് പറയുന്നല്ല. നാട്ടില് പാമ്പ്, പട്ടി, ഇവിടെ എന്താ ഉള്ള പേടിക്കാന്? പണ്ടൊരിക്ക എന്നോട് നാട്ടിൽ നിന്ന് എന്നോട് പാമ്പിനെ ചവിട്ടിപ്പോയി. ചവിട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കാ, പിന്നെ ഞാൻ വെച്ച് നോക്കട്ടെ, അപ്പത്തേക്കാ കുറച്ച് കഴിയുമ്പോഴത്തേക്കാ ചത്തുപോയി. പിന്നെ അന്നേരം ഭയങ്കര പേടി, ഞാൻ ചവിട്ടി ചത്തുപോയല്ലോ. പിന്നെ കുറെ തന്നെ, പിന്നെ അതങ്ങ് പോയി, മനസ്സിലങ്ങ് പോയി. പിന്നെ പെട്ടെന്ന്
അത് അത് വലിയ പാമ്പേനു. അത് നമ്മളെ കണ്ട് പേടിച്ച് ചത്തുപോയതായിരിക്കും ചിലപ്പോ. നല്ലോണം ചവിട്ടിപ്പോയി. എന്റെ ചെരുപ്പൊന്നും ഇല്ല, വെറും കാല് പറമ്പിലല്ല. അപ്പൊ അങ്ങനെ നടന്നങ്ങ് പോകുമ്പോ കാല് വെച്ച്, പിന്നെ ഞാൻ നോക്കുമ്പോ തണുപ്പ്, പാമ്പ് ഇങ്ങനെ പെടക്കുന്നു. അപ്പൊ ഞാൻ ഓടി, പാമ്പ് എന്റെ കാലിന്റെ അടിയിലുള്ള പാല്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അത് മുമ്പിൽ മുറ്റത്ത് വന്നിട്ട് ചത്തിന്. അപ്പൊ ടെൻഷൻ ഉണ്ടേനു, കൊറേ ദിവസം ഉണ്ടേനു. ഭാഗ്യം നമ്മൾ പാമ്പിനെ ചവിട്ടിയിട്ട് പാമ്പൊന്നും ചെയ്തില്ല. ശരിക്കും പാമ്പ് ശരിക്കും ഭയങ്കര നിരുപദ്രവകാരിയാണ്. പാമ്പിനെ നമ്മൾ ഓരോന്ന് അങ്ങോട്ടും വല്ലതും അറിയാതെ ചവിട്ട് ഉപദ്രവിക്കുമ്പോഴാണ് പാമ്പ് കടിക്കുന്നത്. പക്ഷെ പഴി മുഴുവൻ പാമ്പിനാണ്. അതായത് ഒരു 2 വീലറും 4 വീലറും തമ്മിൽ ഇടിച്ചു കഴിഞ്ഞാല് പഴി ആർക്കായിരിക്കും? തെറ്റും 2 വീലറുകാരന്റെ കയ്യിലായിരിക്കും, പക്ഷേ 4 വീലറുകാരനെ ആൾക്കാർ പഴിക്കുള്ളൂ. അതേപോലെ ഒരു സിറ്റുവേഷൻ ആണത്. അത് ചെരുപ്പൊന്നും ഇല്ലാണ്ടില്ല, ചവിട്ടിപ്പോ. എനിക്ക് എന്താണ് ഇങ്ങനെ ചവിട്ടിയിട്ട് അല്ല കടിച്ചില്ല. പിന്നെ കുറെ കഴിഞ്ഞാൽ ചത്തപ്പോ ഞാൻ പറയും പാമ്പ് തിരിച്ചു വരും, അതെല്ലാം പറഞ്ഞ് എല്ലാരും അങ്ങനെ പേടിപ്പിച്ച്. ഇപ്പൊ തിരിച്ചു വരും പക വെച്ചിട്ട് അങ്ങനെ അതെല്ലാം അങ്ങനെ പറഞ്ഞ. പിന്നെ കുറെ കഴിഞ്ഞാലുണ്ട് അത് നമ്മളെ മുറ്റത്ത് തന്നെ വന്നിങ്ങനെ ചത്ത്. അപ്പൊ പിന്നെ കുറെ ഒന്നും കൂടി സങ്കടായിപ്പോയി. ഓക്കെ. ഏതായാലും നമ്മൾ അറിയാതെ ചെയ്താണല്ലോ, അപ്പൊ പടച്ചോൻ നമുക്ക് പുറത്തു തരുന്നത്. അപ്പൊ ഏതായാലും ഇവിടെ ഉള്ള എല്ലാവരുടെയും ഫിയർ ഞാൻ ഒന്ന് കുറച്ച് പേരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ഫിയർ പറയുകയാണെങ്കിൽ നമ്മൾ കുറെ സമയം അതിന് വേണ്ടി വേണം. അപ്പൊ ഒരു സാമ്പിൾ ആയിട്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഫിയർ ഉണ്ട്. ഓക്കെ, ശരിക്കും ഈ ഫിയർ എന്ന് പറയുന്ന ഫീലിംഗ് മനുഷ്യന് ദൈവം തന്നിരിക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ ഫിയർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഫിയർ ഇസ് ആക്ച്വലി എ സർവൈവൽ മെക്കാനിസം വിച്ച് ഇസ് ഗിവൺ ടു ഹ്യൂമൻസ്. അല്ലെ, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു മെക്കാനിസമാണ്, ഒരു ഇമോഷനാണ്. അതില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടും, അല്ലെ, വിവരമില്ലാത്ത രീതിയിൽ പെരുമാറും. പാമ്പിനെ കാണുമ്പോഴേക്കും പോയി കൈ കയറി പിടിക്കും, ഫിയർ ഇല്ലെങ്കിലും. അപ്പോൾ അതൊരു സർവൈവൽ മെക്കാനിസം എന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിന് പേടിയുണ്ടോ? അതിന് ശരിക്കും പേടിയില്ലാതെയാണ് ജനിക്കുന്നത് എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. 2 കാര്യങ്ങളിൽ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ പേടിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ആ കുട്ടി അത് പേടിക്കുന്നത് ശബ്ദത്തെയാണ്, സൗണ്ടിനെയാണ് പേടിക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാല് കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം വളരെ സേഫായിട്ട് സൗണ്ട് ഇല്ലാത്ത ഒരു എൻവയൺമെന്റിലാണ് ഇത് ഇരിക്കുന്നത്. അത് പുറമേയുള്ള ശബ്ദങ്ങൾ വളരെ ചെറിയ തോതിൽ മാത്രമേ എൻ്റെ ചെവിയിലെത്തുന്നുള്ളൂ. പക്ഷേ പ്രസവം കഴിഞ്ഞത് പുറം ലോകം കാണുന്ന ആ നിമിഷം ആദ്യത്തെ പേടി അതിന് വരികയാണ്. അതെന്തിനാന്ന് പറഞ്ഞാൽ ശബ്ദത്തെ പേടിച്ചത് കരയും, അല്ലെ? പക്ഷെ ആ കരച്ചിൽ ആവശ്യമാണ്, അത് ദൈവം കൊടുത്തിട്ടുള്ള അനുഗ്രഹമാണ് ആ കരച്ചിൽ. കാരണം ആ കരച്ചിൽ കരയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ കുട്ടിയുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യണത്. അതിന്റെ ബുദ്ധിയിലും ബ്രെയിനിലും അതനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് ആ ഒരു ഇൻസ്റ്റന്റിൽ നടക്കുന്നുണ്ട്. ശരിക്കും ജനിക്കുന്ന കുട്ടി കരഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാണ്. നമുക്കറിയാം കുട്ടിക്ക് എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടോ, അല്ലെ? അപ്പൊ കുട്ടി കരയുന്നത് ആദ്യത്തെ പേടി ശബ്ദത്തെ പേടിച്ചിട്ട്. പിന്നെ അതിനുശേഷം ആ കുട്ടി നടന്നു തുടങ്ങുമ്പോൾ അത് പേടിക്കുന്നത് എന്തിനാ? അത് പേടിക്കുന്നത് വീഴ്ചയാണ്. അടുത്ത പേടി വരും, അല്ലെ? ആ കുട്ടി ഒന്ന് പതുക്കെ നടക്കും, 8 മാസം അല്ലെ ആ സമയമാകുമ്പോഴേക്കും പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ വീഴും. അപ്പൊ ആ വീഴ്ചയെ പേടിച്ചാണ് പിന്നെ അത് നടക്കണത്. പക്ഷെ എന്ന് കരുതി അത് നമ്മളെല്ലാം ചെറുപ്പത്തിൽ നടത്തം നിർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പേടിക്കുന്ന ആ വീഴ്ച എന്ന ആ പേടിയെ മറികടന്നുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് വീഴും, പിന്നെ എഴുന്നേറ്റ്, പിന്നെ നടക്കും, പിന്നെ നടന്ന് ഇപ്പൊ നമ്മൾ നടക്കുമ്പോൾ എപ്പോഴെങ്കിലും വീഴ്ചയെ പേടിക്കുന്നൊരവസ്ഥ വരും. നമ്മുടെ ഷേക്സ്പിയർ പറഞ്ഞ പോലെ സെക്കൻഡ് ചൈൽഡിഷ്നെസ്സിലേക്ക് മനുഷ്യൻ വരും. വയസ്സായി പ്രായമായി നമ്മുടെ എല്ലുകൾക്കൊക്കെ ശക്തി ക്ഷയിച്ച് ഒരു 10, 60, 70, 80 വയസ്സൊക്കെ കഴിയാൻ നേരത്ത് നമ്മൾ പേടിക്കും. അത് ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് വീഴ്ചയാണ്. ആ സമയത്ത് വയസ്സായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് വീഴ്ചയാണ്. കാരണം ഒന്ന് വീണ് കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മ കഴിഞ്ഞ ആഴ്ച വീണ് ബാത്റൂമിൽ. അത് ഉമ്മക്ക് ഇപ്പൊ 80 വയസ്സാവാറായി. അപ്പൊ ആ പ്രായത്തിലും പിന്നെ നമ്മൾ വീഴ്ചയെ പേടിക്കുകയാണ്. എന്തോ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല, ആൾക്കാർ കുറച്ച് പെയിൻ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ പേടിച്ചു പോയി ഭയങ്കരമായിട്ട്. വീഴ്ചയിൽ എന്തോ സംഭവിച്ചെന്നുള്ളൊരു പേടി വന്നു. ഏതുപോലെ ഈ 9 മാസവും പ്രായമുള്ള കുട്ടി ആദ്യമായിട്ട് വീഴുമ്പോൾ പേടിക്കുന്ന പോലെ 80 വയസ്സുള്ളവരാണ് പിന്നെ പേടിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ നടക്കുമ്പോൾ ഒരിക്കലും പേടിക്കാറില്ല, നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നടക്കും. കാരണം എന്താ? നമ്മൾ എന്തിനാണോ പേടിക്കുന്നത് ആ പേടിയെ നമ്മൾ മറികടന്നു. എങ്ങനെ? പേടിക്കുന്ന കാര്യം ചെയ്തു.
അപ്പൊ സിമ്പിൾ ഫോർമുല ഇതാണ്. നമ്മൾ പേടിയെ മറികടക്കാനുള്ള ഒരേ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്തിനെയാണോ പേടിക്കുന്നത് അതങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. പേടിച്ച് തീർക്കുക അതിന്. ഓക്കെ, അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞു, ഈ നമ്മുടെ ഒരു സർവൈവൽ മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബ്രെയിനിൽ ദൈവം തന്നിരിക്കുന്നത് പേടി. കാരണം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ 20% ഊർജ്ജം എടുത്തുകൊണ്ടാണ്. അത് ഞാൻ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, അല്ലേ? 20% ഊർജ്ജം മാത്രമേ നമ്മുടെ ബ്രെയിൻ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ഈ കംഫർട്ട് സോൺ, അതാണല്ലോ കംഫർട്ട് സോൺ നമ്മൾ പറയുന്ന ഏരിയ, അത് മറികടന്നുകൊണ്ട് പുതിയൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുമോ അപ്പൊ കൂടുതൽ എനർജി നമുക്ക് വേണം. ഒരു ഫിയർ, ഒരു പേടിയെ മറികടക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എക്സ്ട്രാ എനർജി വേണം. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഒരു ത്രെറ്റ് സിഗ്നൽ നമുക്ക് തരും. എന്നിട്ട് പറയാം അത് ചെയ്യേണ്ട, അതൊരു ചെയ്യേണ്ട എന്നുള്ള രീതിയിലായിരിക്കും സിഗ്നൽ നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ ഈ സർവൈവൽ മോഡിനെ, ഈ സർവൈവൽ മെക്കാനിസത്തിനെ മറികടന്നാൽ മാത്രമേ എന്ത് ഫിയറിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ കുട്ടിക്കുണ്ടാവുന്ന ആദ്യത്തെ സ്റ്റേജിലുള്ള ഫിയേഴ്സ് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് നമ്മൾ വളർന്നു വലുതാകുമ്പോൾ ഫിയറാണ്. എന്തെല്ലാം ഫിയറുകളാണ്. ഉദാഹരണം പറയണമെങ്കിൽ സ്റ്റേജ് ഫിയർ, ഫിയർ ഓഫ് ഫെയിലിയർ, എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ തോറ്റുപോകുമോ തെറ്റിപ്പോകുമോ എന്നുള്ള പേടി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാമ്പിനെ പേടി, ചിലർക്ക് പട്ടീനെ പേടി, ചിലർക്ക് ഇരുട്ട് പേടി, ഡാർക്ക്നെസ് ഫിയർ ആണ് ചിലർക്ക്, അല്ലേ? ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വെറുതെ ഒച്ചയെടുക്കും പേടിച്ചിട്ട്. പിന്നെ ചിലർക്ക് സോഷ്യൽ റിജക്ഷന്റെ പേടി വരും. അതായത് നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ, അവർക്ക് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം പുതിയ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവർക്കൊരു ഫീലിംഗ് വരും, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ആൾക്കാർ എന്നെ അംഗീകരിക്കൂ, അതൊരു സോഷ്യൽ റിജക്ഷൻ വരുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ പേടികളുടെ ഒരു നിരയായിട്ട് ഇങ്ങനെ പിന്നെ പിന്നെ ഓരോന്ന് വരും. ഓക്കെ, ഇതൊക്കെ വരുന്നത് എങ്ങനെയാ? ശരിക്കും ഈ പേടികൾ വരുന്നത് എങ്ങനെയാ? ഒന്നാമതായിട്ട് ഒരു മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡാണ്, നമ്മുടെ ചെറുപ്പകാലം. ഈ ചെറുപ്പകാലത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ നമ്മുടെ ഒരു പേര് പറയും, ലാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മടിത്തട്ട്. നമ്മൾ ആരുടെ മടിത്തട്ടിലാണ് നമ്മൾ വളരുന്നത്? നമ്മുടെ പേരൻസിന്റെ മടിത്തട്ടിൽ ഇരുന്നാണ് നമ്മൾ വളരുന്നത്. ആ സമയത്ത് നമ്മളോട് പേരൻസ് എന്താണോ പറഞ്ഞു തരുന്നത്, ആ മാതാപിതാക്കള് എന്താണോ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പോകുന്നത്, അതവിടെ കിടക്കും, അല്ലേ? അപ്പൊ പാരന്റൽ ബിഹേവിയർ, അച്ഛനമ്മമാർ നമ്മളോട് പെരുമാറുന്നത് പേടി തരുന്നൊരു കാര്യമാണ്. പിന്നീട് അങ്ങോട്ട് സൊസൈറ്റി നമ്മളെ പേടിപ്പിക്കും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലേ? നമ്മുടെ സൊസൈറ്റിയിൽ പോകുന്ന സമയത്ത് ചില സൊസൈറ്റിയിൽ ചില നോംസ് ഉണ്ട്, നമ്മൾ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം, മറ്റേ രീതിയിൽ ബിഹേവ് ചെയ്താൽ അത് സാമൂഹികപരമായ ആൾക്കാർ തെറ്റാണെന്ന് പറയും. അങ്ങനെ സൊസൈറ്റി കുറേ ഫിയേഴ്സ് നമുക്ക് തരും. പിന്നെ തരുന്ന കൾച്ചർ, നമ്മുടെ സംസ്കാരം, അല്ലെങ്കിൽ മതപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്, അത് അതിനകത്ത് നല്ലതും ശരിയും ഉണ്ട്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യരുതെന്ന് മതം പേടിപ്പിക്കുമ്പോൾ അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. പക്ഷെ കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൂടെ അതിൻ്റെ കൂടെ വെച്ച് തരും. അതെല്ലാം തെറ്റാണെന്നുള്ള രീതിയിൽ പേടിപ്പിക്കും നമ്മളെ. പിന്നെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ആൾക്കാർ നമ്മുടെ കൂടെ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് തന്ന് നമ്മുടെ ലൈഫിന്റെ പല സ്റ്റേജസിൽ പോകുമ്പോഴും ഈ പേടികൾ നമ്മളിൽ വരും, അല്ലെ? അപ്പൊ ശരിക്കും പറയണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹ്യൂമൻ നേച്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് കണ്ടാലും നമുക്ക് ആദ്യം ഉണ്ടാകുന്ന വികാരം എന്താണെന്ന് അറിയോ? പുതിയതായിട്ടുള്ള എന്ത് കണ്ടാലും നമുക്ക് ആദ്യം ഉണ്ടാകുന്ന വികാരം ക്യൂരിയോസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളത് അറിയാനുള്ളൊരു ആകാംക്ഷ, അല്ലേ? എന്തൊരു പുതിയ കാര്യം കണ്ടാലും നമുക്കത് എന്താണെന്ന് മനസ്സിലാവാനുള്ളൊരു ആകാംക്ഷ. പിന്നെ ഈ ക്യൂരിയോസിറ്റി അത് നേച്ചറാണ്, ബൈ നേച്ചർ നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സ്വഭാവമാണ്. പക്ഷെ നർച്ചറിങ്ങിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തി വരുമ്പോഴാണ് മോസ്റ്റ് ഓഫ് ദ ഫിയേഴ്സും വരുന്നത്. അപ്പൊ നമ്മുടെ നേച്ചർ എന്താ? ക്യൂരിയോസിറ്റി. പക്ഷെ നർച്ചറിൽ നമ്മൾ വളർന്നു വലുതാകുമ്പോൾ അത് എല്ലാ ഫിയേഴ്സും നമ്മൾ പിന്നീടാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്, ഓരോരോ ഫിയേഴ്സ്. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് പല എക്സാമ്പിൾ. ഇപ്പോൾ പാമ്പിന്റെ കാര്യം പറഞ്ഞു, അല്ലേ? പാമ്പിനെ നമ്മളൊരു ചെറിയ കുട്ടി ആദ്യമായിട്ട് കാണുമ്പോൾ അതിനൊരു പ്രത്യേക കൗതുകം തോന്നും. പക്ഷെ ഈ കുട്ടീനെ പാമ്പിനെ നോക്കുന്ന നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും, ആ കുട്ടിയുടെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കും, അതിൻ്റെ അടുത്ത് പോകരുത്, അത് കടിക്കും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. തീ കാണുന്നൊരു കുട്ടി, തീ കാണുമ്പോൾ അത് പതുക്കെ അതിൻ്റെ ഒരു കൗതുകം തോന്നും. ആദ്യത്തെ വികാരം അതാണ്, അതന്നെ നേച്ചർ. പക്ഷെ നമ്മൾ നർച്ചർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? കുട്ടിയെടുത്ത് പറയും, ആ തീ തുടരുത്, അത് പൊള്ളും. പക്ഷെ തീ എന്താണെന്നും പൊള്ളൽ എന്താണെന്നും അത് മനസ്സിലാക്കുന്നില്ല. അതിന് മുന്നേ നമ്മൾ പറയുകയാണ് ഇത് എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ. അതേസമയം ആ ക്യൂരിയോസിറ്റി നമ്മൾ കണ്ടുകൊണ്ട് ആ ആകാംക്ഷയുടെ പുറത്ത് ആ കുട്ടി വന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന്
പതുക്കെ അതിനടുത്ത് പോകുമ്പോഴേക്ക് ആ ചെറുതായിട്ട് ചൂട് അനുഭവപ്പെടും അല്ലേ? അപ്പം അത് മനസ്സിലാക്കും, അതിൻ്റെ ബ്രെയിൻ സിഗ്നൽ കൊടുത്തു എങ്ങനെ കൂടുതൽ അടുത്തേക്ക് പോകരുത്, അത് ചൂട് കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പം അനാവശ്യമായിട്ടുള്ളൊരു വികാരം അവിടെ വരുന്നില്ല. അത് അനുഭവത്തിലൂടെ പഠിക്കുക അല്ലേ? പക്ഷെ അതിന് നമ്മൾ അനുവദിക്കാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ ഒരു പാരന്റൽഹുഡ് അതിനെ അനുവദിക്കാറില്ല. കാരണം നമ്മൾ ഓവർ പ്രൊട്ടക്ഷനാണ് അല്ലേ? ഞാൻ ഉൾപ്പെടെയുള്ള പിതാവ്, എന്നിലുള്ള പിതാവും അങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പെരുമാറിയിട്ടുള്ളത്. നമ്മൾ നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? മാതാപിതാക്കള് പ്രൊട്ടക്ഷനിലൂടെയാണ്. അവരെ സംരക്ഷിച്ചുകൊണ്ട് നമ്മളവരെ വല്ലാതെ അങ്ങോട്ട് സംരക്ഷിക്കും. നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അത് അവർക്ക് വിനയായിട്ട് വരുള്ളൂ. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് അത് പ്രതികൂലമായിട്ട് ബാധിക്കും. നല്ല രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്ത് വരില്ല. അപ്പം പല കാര്യങ്ങളും. പക്ഷെ വെസ്റ്റേൺ കൾച്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 15 വയസ്സ് കണ്ടു കഴിയുമ്പോഴേക്കും ആ കുട്ടീനെ ആ വീട്ടിൽ നിന്ന് തന്നെ അവർ മാറി താമസിക്കും അല്ലേ? അതാണ് അവരുടെ കൾച്ചർ. അതാണ്. പിന്നെ എല്ലാം അത് അനുഭവത്തിലൂടെ പഠിക്കുകയാണ്. നമ്മളങ്ങനെയല്ല. 25 വയസ്സുള്ള മോനായാലും നമുക്ക് മോൻ തന്നെയാണ് അല്ലെ മോള് തന്നെയാണ്. അതിനെ എല്ലാ രീതിയിലും പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ വളർത്തും. അവർക്കുള്ളൊരു പേഴ്സണൽ സ്പേസ് നമ്മൾ കൊടുക്കില്ല. പലതും അവർ അനുഭവത്തിലുള്ള പഠിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ലെസൺസ് ആണ് അവർക്ക് അവരുടെ സബ് കോൺഷ്യസിലേക്ക് കയറുന്നത്. അത് കൂടുതലും പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് എന്തായിരിക്കും അവർക്ക് സംഭവിക്കുക? അത് കൂടുതൽ അനാവശ്യമായിട്ടുള്ള ഫിയർ അവർക്ക് ഉണ്ടാക്കുക. അപ്പം ഇതിനകത്ത് ഒരു മെയിൻ കാര്യം ഇതാണ്. ഫിയർ വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജനിക്കുമ്പോൾ ആക്ച്വലി ഫിയർ ഇല്ല. പിന്നീട് ബാക്കിയുള്ള എല്ലാ ടൈപ്പ് ഫിയേഴ്സും നമ്മൾ അക്വയർ ചെയ്യാണ്. ഓക്കെ. അപ്പം ഫിയറിൻ്റെ ഒരു സൈക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം തോട്ടാണ്, ഒരു ചിന്ത. നമ്മൾ എന്തിനെങ്കിലും പേടിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കും. പിന്നെ ഇമോഷൻ ആവും. അതൊരു വികാരമായിട്ട് വരും. പേടി എന്ന വികാരമാവും. ആ ഇമോഷൻ ആയി കഴിഞ്ഞാൽ അടുത്തത് എവിടെയാണ്? നമ്മുടെ ബോഡിയിൽ അത് റിയാക്ഷൻ ആവും. നമ്മുടെ ശരീരത്തിൽ അത് പ്രതിഫലിക്കും. ഏത് രീതിയിൽ പ്രതിഫലിക്കും? നമ്മുടെ ഫിയർ നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ BP കൂടും, നമ്മുടെ കൈകാലുകളൊക്കെ വിറയ്ക്കും. ആ രീതിയിലേക്ക് വരും അല്ലേ? അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലോട് നമ്മൾ എന്ത് ചെയ്യും? അത് അവോയ്ഡ് ചെയ്യും. അതല്ലേ സേഫ്. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് അത് ചെയ്യാതിരിക്കും. കാര്യം നമുക്കറിയാം, നമ്മളതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഫിയർ എന്നുള്ള ഇമോഷൻ വന്നു കഴിഞ്ഞു. പിന്നെ അടുത്തത് അത് പതുക്കെ ബോഡിയിൽ പതുക്കെ ഈ രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരും. അപ്പം അവോയ്ഡൻസ്. അടുത്തത് നമ്മൾ അതിനെ ഒഴിവാക്കും. പേടിക്കുന്ന കാര്യം ചെയ്യാതിരിക്കും. അപ്പം എന്താ സംഭവിക്കുക? മോർ ഫിയർ. വീണ്ടും അത് കൂടുതൽ പേടിയെ കൂട്ടുന്നത് അല്ലേ? പേടിക്കുന്ന കാര്യം ചെയ്യാതിരുന്ന അത് നമ്മൾ പേടിക്കും. ഇപ്പൊ കാറ് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ, ഇപ്പൊ നേരത്തെ ജെനി പറഞ്ഞു കാറ് ഡ്രൈവ് ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യാതിരുന്ന എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിൽ ആ വികാരം, ഫിയർ എന്നുള്ള വികാരം വന്നു കഴിഞ്ഞു. അപ്പം ഡ്രൈവ് ചെയ്യാതിരുന്നു. അതാണ് കംഫർട്ട് സോണിൽ, അതാണ് നല്ലത്, സേഫ് നമ്മൾ വിചാരിക്കും. അപ്പൊ വീണ്ടും അത് പറ്റാലേക്കും കൂടുതൽ ഫിയർ വരും. അത് രസകരമായിട്ടുള്ള പല ഫിയറുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ലിഫ്റ്റിൽ കയറാനായിട്ട് ഞാൻ എൻ്റെ അടുത്തൊരാൾ എന്നെ വളരെ അടുത്തൊരു വ്യക്തിയാണ്. ലിഫ്റ്റിൽ കയറാൻ പേടിയാണ്. ലിഫ്റ്റിൽ കയറുമ്പോൾ ആദ്യം ചിന്ത വരുന്നത് ഈ സാധനം സ്റ്റക്കാവുന്നു, ഞാനിവിടെ പെട്ടുപോകുന്നു ചിന്തിക്കുന്നത്. എപ്പോഴോ സാധാരണ സ്വാഭാവികമാണല്ലോ, ഒരു ലിഫ്റ്റ് 100% പെർഫെക്റ്റ് അല്ല. എവിടെയെങ്കിലുമൊക്കെ അത് ഒന്ന് നിന്നിട്ടുണ്ടാവും കുറച്ച് സമയത്തേക്ക്. ആ ഒരു വികാരം, അതൊരു പേടിയായിട്ട് ഉള്ളിൽ കയറിയിട്ട് ലിഫ്റ്റ് കാണുന്നത് പേടിയാണ്. ആ രീതിയിലേക്ക് വരും. അപ്പോൾ ഈ പാസ്റ്റ് എക്സ്പീരിയൻസസും അതിനകത്ത് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഞാൻ പേടി എന്താണെന്ന് മനസ്സിലായി, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു മനസ്സിലായി, ഏത് രീതിയിലാണ് അത് നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലായി. ഇനി ഇത് മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് അടുത്തത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഈ പേടി മറികടക്കാനുള്ള ഫസ്റ്റ് ടെക്നിക്ക് എന്നുള്ളത് ഒരു അവയർനെസ് ആണ്. അതായത് എനിക്ക് പേടിയുണ്ട് നമ്മൾ അംഗീകരിക്കുക ആദ്യം. ഓക്കെ, എനിക്ക് പേടിയുണ്ട്, ഇന്ന വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണമാണെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ്. പൊതുവായിട്ട് ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയുള്ള അയാൾ ആദ്യം തന്നെ അംഗീകരിക്കുക, എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിൽ എനിക്ക് പേടിയുണ്ട്. അത് അംഗീകരിക്കാൻ മാത്രമല്ല ചെയ്യേണ്ടത്, അംഗീകരിക്കുമ്പോൾ അയാളിൽ ഉണ്ടാവുന്ന വികാരം എന്തായിരിക്കണം എന്നറിയോ? ഇതൊരു നോർമൽ ഫീലിംഗ് ആണെന്നുള്ളൊരു വികാരത്തിലേക്ക് വരണം. മനസ്സിലായില്ല? അതായത് ഇതുപോലെ എന്നെപ്പോലെ കുറേ പേരുണ്ട്, പബ്ലിക് സ്പീക്കിംഗ് ശരിക്കും ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ എന്നുള്ള രീതിയിലുള്ള ഒരു നിഗമനത്തിൽ അവരെത്തണം. ഒരു നോർമൽ ബിഹേവിയർ ആണ്. ദിസ് ഇസ് നോട്ട് സംതിങ് അൺയൂഷ്വൽ. ഐ എം നോട്ട് അബ്നോർമൽ.
പക്ഷെ പേടിയുള്ളവരുടെ ഉള്ളിൽ എപ്പോഴാന്നുള്ള ചിന്ത എന്താണെന്നറിയോ അവർക്ക്? എനിക്ക് പേടിയുണ്ട്, പക്ഷെ ഇതൊരു അബ്നോർമൽ ബിഹേവിയർ ആണ്, ഞാനത് ശരിയല്ല, എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നങ്ങോട്ട് അവരങ്ങ് വിചാരിക്കും. ഈ പേടിനെ വെച്ച് അവർ സെൽഫ് ബ്ലെയിമിങ് ചെയ്യും, സ്വയം കുറ്റപ്പെടുത്തും. നമ്മൾ ഒരിക്കലും സെൽഫ് ബ്ലെയിമിങ് ചെയ്യാൻ പാടില്ല, സ്വയം കുറ്റപ്പെടുത്താൻ പാടില്ല. അത് നമ്മുടെ പേഴ്സണാലിറ്റീനെ ബാധിക്കും. കാര്യം പിന്നീട് അങ്ങോട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നമ്മൾ ഉൾവലിഞ്ഞ് നിൽക്കും, സെൽഫ് ബ്ലെയിമിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് മനസ്സിലാക്കുക, എനിക്ക് പേടിയാണെന്നുള്ള അംഗീകരിക്കുക, എന്നിട്ട് എന്ത് മനസ്സിലാക്കണം? ഇതൊരു നോർമൽ ബിഹേവിയർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ സ്റ്റേജ് ഫിയർ ആയിട്ടുള്ള ഒരാൾ ചിന്തിക്കുക, ഇതിന്റെ വേഴ്സ്റ്റ് കേസ് എന്താണ്, ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ എന്താണ് ഈ പേടിയുടെ? ഞാൻ സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് പേടിയുള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തെറ്റിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ തെറ്റിക്കും. അവിടെ കഴിഞ്ഞില്ലേ? അത്രയല്ലേ ഉള്ളൂ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോണത്. അതിനപ്പുറം അയാള് അവിടെ ആരും വെടിവെച്ചു കൊല്ലൂല്ലോ, അയാള് പേടിച്ചെന്ന് കരുതി ആരയാളെ കൂടെ ആക്രമിക്കില്ലല്ലോ. പക്ഷെ ഇത് മനസ്സിൽ കയറുന്നറിയോ? ഞാൻ കയറി അങ്ങോട്ട് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോയതോട് എല്ലാം കുളമായി, മൊത്തം പ്രശ്നമാണ്. എന്നങ്ങോട്ട് വിചാരിച്ച് മൊത്തമായിട്ട് ഇതിൽ അങ്ങോട്ട് മാറി നിൽക്കും. ആൾക്കാരെന്നെ പറ്റി എന്ത് വിചാരിക്കും? എന്നെ ആൾക്കാർ ഇങ്ങനെ വിലയിരുത്തി കളയില്ലേ? അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. മാക്സിമം ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് സംഭവിക്കേണ്ടത്, ഞാനൊന്ന് സ്റ്റേജിൽ കയറി സംസാരിക്കും, തെറ്റിപ്പോകും പറയണത്, അപ്പോൾ ഞാൻ അവിടെ വെച്ച് നിർത്തും, കഴിഞ്ഞ് അവിടെ വെച്ച് ഞാൻ ചൊല്ലു പറഞ്ഞ് തിരിച്ചു പോരും, അത്രേ ഉള്ളൂ അവിടെ. അതിൽ കൂടുതലൊന്നും വേഴ്സ്റ്റ് സിനാരിയോ നമ്മൾ മനസ്സിലാക്കുക, എന്താണോ പേടിക്കുന്നത്. പിന്നെ ഈ പേടിനെ ബുദ്ധിപരമായിട്ട് നമുക്കൊന്ന് സമീപിക്കാൻ പറ്റും. പേടി ഒരു നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിലും നമുക്കതിനെ ബുദ്ധിപരമായിട്ട് സമീപിക്കാം. അതെങ്ങനെയാണ്? അതിനൊരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ ഈ പേടിക്കുന്ന കാര്യം എന്ത് തന്നെ ആവട്ടെ, അത് ഞാൻ ചെയ്താൽ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്? ഇപ്പൊ ഈ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിക്കുന്ന ഒരാൾ ചിന്തിക്കണം, എനിക്കിത് പറ്റും. ആദ്യം അതാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല, എന്നെ കൊണ്ടിത് പറ്റും. അതിനുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് ഞാൻ ഇവിടെ പറയാം. അങ്ങനെ ഓരോ പേടിയെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് വല്ലാതെ നീണ്ടുപോകും. ഇപ്പൊ നമ്മൾ സ്റ്റേജ് ഫിയർ ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാത്തിനും ആപ്ലിക്കബിളാണ്, ഇതേ അപ്രോച്ച് മതി എല്ലാത്തിലും. അപ്പൊ നമുക്ക് തോന്നുകയാണ്, ഈ സ്റ്റേജിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്താൽ, ആദ്യമായിട്ട് വിചാരിക്കേണ്ടത് എന്താ? എനിക്കിത് പറ്റും, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ശ്രമിച്ചാൽ നടക്കും. കാര്യം നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഒരു മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന കഴിവ് എന്ന് പറയുന്നത് ഇമ്മൻസ് ആണ്, അതിന് യാതൊരു പരിമിതികളും ഇല്ല. അപ്പം എന്നെ കൊണ്ട് പറ്റും. ഞാൻ ആ നല്ല രീതിയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് സ്പീച്ച് കൊടുക്കുമ്പോൾ എന്നെപ്പറ്റി ആൾക്കാർ എന്തായാലും കരുതുന്നു, അത് വിഷ്വലൈസ് ചെയ്യുക. എല്ലാവരും കൈയടിക്കുന്നു, എല്ലാവരും അഭിനന്ദിക്കുന്നു, അല്ലേ? അതൊരു മോട്ടിവേഷനാണ്. പക്ഷെ നമ്മൾ പേടിയുള്ള വിഷ്വലൈസ് ചെയ്യുന്നത് എന്താണ്? നേരെ തിരിച്ചാണ്. ഇത് സംസാരിച്ച് ഞാൻ കുളവാക്കും, അതോടുകൂടി ആൾക്കാരെ കൂടി എന്നെ കളിയാക്കും, ഇങ്ങനത്തെ നെഗറ്റീവ് ഇമോഷൻസിലേക്ക് പോകും. ആ ഇമോഷൻ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. ഏത് പേടിക്കും നമുക്കൊരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. പിന്നെ നമ്മളിത് മറികടക്കാമെന്ന് നമ്മൾ വിശ്വസിച്ചു. ഇനി മറികടക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ അതിനൊരു ടെക്നിക്ക് ഉണ്ട്, എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും. എന്തിനാണോ പേടിക്കുന്നത് അതിലേക്ക് നമ്മൾ എക്സ്പോസ്ഡ് ആവണം, അല്ലാതെ മാറി നിൽക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതെങ്ങനെ എക്സ്പോസ്ഡ് ആവും? ഇപ്പൊ നമ്മളിപ്പോൾ ഈ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ള സ്റ്റേജ് ഫിയറിന്റെ കേസ് പറയുകയാണെങ്കിൽ, അയാൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇതിന് ഒരു ജാപ്പനീസ് പ്രിൻസിപ്പിളാണിത്. അത് പ്രകാരം നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറച്ചായിട്ട് ചെയ്യുക, ഒറ്റയടിക്ക് അത് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാള് ഈ എക്സ്പോഷർ തെറാപ്പി പ്രകാരം അയാൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ അറിയോ? മിററിന്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കണം. മിറർ അഫർമേഷൻ, മിററിന് മുമ്പിൽ നിന്നിട്ട് അയാൾ സംസാരിക്കുക. എന്താണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? കുറച്ച് നേരത്തേക്ക് ഒരു പ്രസംഗമാണെങ്കിൽ അത് മിററിന് മുമ്പിൽ നിന്ന് സംസാരിക്കുക. ഫസ്റ്റ് തന്നെ പറയണം, ഇറ്റ് ഈസ് പോസിബിൾ, ഐ വിൽ ഡു ഇറ്റ്, ഐ ആം കോൺഫിഡൻറ്റ് എന്നൊക്കെ കുറച്ച് അഫർമേഷൻസ്, പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞു. എന്നിട്ട് മിററിൽ മുമ്പിൽ സംസാരിക്കുക. എന്നിട്ട് അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ്, അടുത്ത നേരം അല്പം കൂടി ഇതിന് കൂട്ടുക. ഇങ്ങനെയാണ്,
നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിന്റെ മുമ്പിൽ ഇതേ സ്പീച്ച്, ഒരു ഫ്രണ്ടിന്റെ മുമ്പിൽ അവരോട് കാര്യം പറയുക, എനിക്കിങ്ങനെയാണ് ഒരു ഫിയർ, എനിക്ക് ഓവർകം ചെയ്യണം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക എന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടിന്റെ മുമ്പിൽ ഇതേപോലെ ഇങ്ങോട്ട് പറയും. പിന്നെ ഇതേ സ്പീച്ച് അപ്പോൾ ഫ്രണ്ട് പറയും ഓക്കെ ഫൈൻ, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്ന് പറയുക. അപ്പം നമ്മളതിന് മറികടന്നു. പിന്നെ അടുത്ത് എന്ത് ചെയ്യും, ഒരു ചെറിയ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി ഇത് സംസാരിക്കുക, ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പം നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ കുറച്ചായിട്ട് കൂട്ടി ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് വിഷ്വലൈസേഷൻ കൂടി ചെയ്തിട്ട് വരണം. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജിൽ വന്ന് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ആ സംസാരിക്കുന്നത് അടിപൊളിയായിട്ട് നമ്മൾ സംസാരിക്കുന്നു, എല്ലാവരും നമ്മുടെ സംസാരം കേട്ട് ക്ലാപ്പ് ചെയ്യുന്നു, ഓഡിയൻസ് എല്ലാവരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫീലിങ്ങോട് കൂടി നമ്മൾ സ്റ്റേജിൽ കയറി നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അടിപൊളിയായിരിക്കും. പിന്നെ എന്ത് പറ്റും, മറ്റേ നടത്തത്തിന്റെ കേസ് പറഞ്ഞ പോലെ ആവും. എങ്ങനെ? എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് അങ്ങനെയാണ്. എനിക്ക് സ്റ്റേജ് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ചെറുപ്പകാലങ്ങളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അത് ഞാൻ ഓവർകം ചെയ്തു. പിന്നെ എനിക്ക് പാട്ടിലും കുറച്ച് താല്പര്യമുണ്ട്. അപ്പൊ സ്റ്റേജും മൈക്കും കണ്ട ഞാൻ അറിയാതെ സ്റ്റേജിൽ കയറും. എന്നെ എല്ലാവരും കളിയാക്കും. സബീർ വന്ന് അവൻ്റെ വീക്ക്നെസ് മൈക്കാണെന്ന് പറയും. മൈക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ മൈക്ക് എടുത്ത് ഞാൻ ഇവിടെ പാട്ട് കൊടുക്കും. എത്ര ഓഡിയൻസ് ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഞാനത് എൻജോയ് ചെയ്യും. കാര്യം ഞാൻ മറ്റേ സ്റ്റേജിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ട്, ചെറിയ ഗ്രൂപ്പിന്റെ മുമ്പിൽ പാടി അങ്ങനെ. അപ്പോൾ പിന്നീട് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇപ്പൊ ജെയിനിയുടെ കേസ് പറയുകയാണെങ്കിൽ, ജെയിനി കാർ ഓടിക്കാൻ ഒരു ട്രാഫിക്കുള്ള റൂട്ടിൽ കാർ ഓടിക്കാൻ പേടിയാന്ന് പറഞ്ഞു അല്ലേ? ഇതേ പേടി അല്ലേ? ശരിയല്ലേ? ഇതേ പേടി എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാർ പഠിച്ച സമയത്ത് ഫസ്റ്റ് ഞാൻ ഡ്രൈവിങ് സീറ്റിൽ ഇരുന്നപ്പോ ആശാൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഈ ആശാന്മാർക്ക് ഒരു മരുന്നുണ്ട് അവരുടെ പിച്ചു. എന്നെ പഠിപ്പിച്ച ആശാൻ അങ്ങനെയായിരുന്നു. അത് പെട്ടെന്ന് നമുക്കൊരു ഇമ്പൾസ് തരും, തെറ്റ് കാണിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് തരും. അപ്പൊ കറക്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കും. ഞാൻ ഇരുന്നിട്ട് സ്റ്റിയറിംഗ് പിടിച്ചിരുന്ന്, അപ്പൊ അതൊക്കെ ആശാൻ പറഞ്ഞു, ഗിയറുള്ള വണ്ടിയാണല്ലോ, അപ്പൊ അതൊക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുത്തപ്പോഴേക്കും വണ്ടി ബും ഒറ്റ പോക്ക് ഫ്രണ്ടിലോട്ട്. കാരണം എന്താ, ഈ കോർഡിനേഷൻ ശരിയായില്ല. ഞാൻ ആക്സിലറേറ്റർ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കൊടുത്തു, വണ്ടി അപ്പൊ തന്നെ നിന്നോ. പുള്ളി പറഞ്ഞു ഇങ്ങനെയല്ല, പതുക്കെ എടുക്കണം, ആ ഒരു താളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിൽ പിന്നെ ശ്രദ്ധിച്ചപ്പോഴേക്കും വണ്ടി ഒരു സൈഡിലോട്ട് പോകും. കാര്യം എന്താ, ശ്രദ്ധ സ്റ്റിയറിംഗിൽ നിന്ന് പോയി. അപ്പോൾ പുള്ളി എങ്ങോട്ടാ പോണത്, സ്റ്റിയറിംഗിൽ നോക്കണോ എന്ന് പറഞ്ഞ ഒരു പിച്ചും തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഞാൻ സ്റ്റിയറിംഗിൽ നോക്കാം എന്ന് പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ ആശാൻ പറയുക, ഇതെന്താണ്, ഇതേ സ്പീഡിൽ തന്നെ പോണു, ഗിയർ മാറ്റ്, ഇങ്ങനെ പോയാലും ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ഇട്. ഞാൻ എന്ത് ചെയ്ത്, പതുക്കിരുന്ന് ശ്രദ്ധ ഗിയറിലോട്ട് കൊടുത്തപ്പോ ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്ന് ബ്രേക്ക് ചെയ്യാൻ മറന്നുപോയി. എന്റെ ഭാഗ്യത്തിന് അവിടെ ഇടിച്ചു നിന്ന് വണ്ടി, മനസ്സിലായില്ലേ? കാര്യം ഗിയറിലോട്ട് ശ്രദ്ധ. പിന്നെ പുള്ളി പറഞ്ഞ് ഇത് മാത്രം പോരാ, ഈ രണ്ട് സൈഡിൽ നിന്ന് ടൂ വീലർ വരുന്നുണ്ടെന്ന് നോക്കണം, അപ്പൊ രണ്ട് മിററിൽ നമ്മുടെ കണ്ണ് കാണും. ഞാൻ വിചാരിച്ച് പടച്ചോനെ, ഇത് ഇപ്പം നടക്കണ കേസല്ല. കാരണം ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യും ഇല്ലേ? ക്ലച്ചിലും ബ്രേക്കിലും നോക്കണം, സ്റ്റിയറിംഗിലും നോക്കണം, മിറർ നോക്കണം, ഇതെല്ലാം കൂടി നടക്കുമെന്ന്. ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോകും, വാട്സപ്പിന് റിപ്ലൈ ചെയ്യും, ഇതിനും വലിയ കാര്യം പറയില്ല. വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് വാട്സപ്പ് യൂസ് ചെയ്യും. അത് ഭയങ്കര ഡേഞ്ചറാണ്, ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഓടിക്കുന്നതായിട്ടുള്ള ഒരു തോട്ടേ നമുക്കില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ഓടിക്കുന്നതാണ്. ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ് സ്പോണ്ടേനിയസ്ലി, ഓട്ടോമാറ്റിക് ആയിട്ട് അത് സംഭവിക്കും. ഈ സ്റ്റേജിൽ സംസാരിക്കുന്ന കേസ് പറഞ്ഞ പോലെ നമ്മൾ പേടിക്കുന്ന കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ പിന്നെ കുറയുമ്പോൾ അത് നമ്മുടെ മസിൽ മെമ്മറി എന്ന് പറയും, നമ്മുടെ ബ്രെയിനിനകത്തുള്ള മസിൽ മെമ്മറിക്കകത്ത് അത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ആ ഒരു ബാരിയർ തടസ്സം ഉണ്ടാവില്ല ചെയ്യുന്ന കാര്യത്തിൽ. പക്ഷെ ആ സ്റ്റേജിലോട്ട് എത്താനായിട്ട് നേരത്തെ പോകുന്ന സ്റ്റേജിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകണം. കുറച്ചായിട്ട് അത് സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ഹാബിറ്റായി മാറും. അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റേജസ്. പിന്നെ നമുക്കൊരു ബോഡി കൺട്രോളും വേണേ കൊടുക്കാം. ബോഡി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വല്ലാതെ പേടിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്കൊരു റിലാക്സേഷൻ ടെക്നിക്ക് പോലെ ചെയ്യാം. ബ്രീത്ത് കൺട്രോൾ നമുക്ക് ചെയ്യാം. പേടിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ ബ്രീത്ത് ഷോർട്ട് ബ്രീത്ത് ആവും അല്ലേ? ഷോർട്ട് ബ്രീത്ത് ആവുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും. ഈ ഹാർട്ട് റേറ്റ് നോർമൽ ആക്കാനുള്ള ടെക്നിക്കാണ് ബ്രീത്തിങ് ടെക്നിക്ക്.
അപ്പോൾ നമ്മൾ 4 to 6 എന്നുള്ള ഒരു രീതിയിൽ ബ്രീത്ത് ചെയ്യണം. കോൺഷ്യസ്ലി ബ്രീത്ത് ചെയ്യുക. ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നും അല്ലേ? എവിടെയെങ്കിലും നിങ്ങളുടെ മസിലൊക്കെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കാര്യം പേടിക്കുമ്പോൾ നമ്മുടെ ആദ്യം സംഭവിക്കുന്നതാണ് ബ്രീത്ത് ഷോർട്ട് ആവും, ഹാർട്ട് റേറ്റ് കൂടും, മസിൽസ് ടൈറ്റ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബ്രീത്ത് ഇൻ 4 seconds, ഹോൾഡ് ഫോർ 2 seconds, ദെൻ ബ്രീത്ത് ഔട്ട് ത്രൂ മൗത്ത്. വായി കൂടി തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഫോർ 6 seconds. അങ്ങനെ ഒരു 3 പ്രാവശ്യം തന്നെ ചെയ്തോളൂ. 3 to 5 times ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് പോകും. കാരണം ആങ്സൈറ്റി നിങ്ങൾക്ക് കുറയും. ഈ ആങ്സൈറ്റിയും ഫിയറും കണക്റ്റഡ് ആണല്ലോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ സംസാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പേടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാണ് പേടിക്കുന്നെങ്കിൽ, അത് പേടിക്കുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. സംസാരിക്കുന്ന ആള് പെട്ടെന്ന് സംസാരിക്കും. വേറെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യമാണ് പേടിയെങ്കിൽ അത് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് തെറ്റിക്കും. സംസാരിക്കുന്ന ആള് പേടിയോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കുക? വിക്കി ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കും. അപ്പൊ എന്താണോ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നത് അതിനെ സ്ലോ ആക്കുക. ഈ ബ്രീത്ത് എടുത്തതിന് ശേഷം സംസാരിക്കുന്ന ആള് സ്ലോ ആയിട്ട് സംസാരിക്കുക. വേറെ എന്തെങ്കിലും കാര്യം പേടിക്കുന്നെങ്കിൽ അത് സ്ലോ ആയിട്ട് ചെയ്യുക. എന്നിട്ട് കോൺഷ്യസ്ലി നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യുക. ബലം പിടിക്കരുത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മളിലേക്ക് തന്നെ നമുക്ക് കൊടുക്കണം. ആ സമയത്ത് പേടിക്കുന്ന കാര്യം ചെയ്യാൻ നേരത്ത് എന്താ സെൽഫ് ടോക്ക്? നമ്മളിൽ വരുന്ന നോർമൽ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആയിരിക്കും സാധാരണഗതിയിൽ. പേടിക്കുന്ന കാര്യം, ഇത് ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണത്. അത് കട്ട് ചെയ്യണം. എനിക്ക് പറ്റില്ല എന്നുള്ള തോട്ട് മാറ്റിയിട്ട് എനിക്ക് കഴിയും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സ്വയം പറയുക. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിത് ഓവർകം ചെയ്യും ഡെഫിനറ്റ് ആയിട്ട്, എനിക്കത് പറ്റും എന്ന് ഒരു സെൽഫ് ടോക്ക് നമ്മളോട് തന്നെ ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. ഓവർ തിങ്ക് ചെയ്യുന്ന ആൾ പേടിക്കുന്ന കാര്യം ചെയ്യാൻ നേരത്ത് ഈ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കും അല്ലെ? ഈ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിൽ വല്ലതും സംഭവിക്കും. ഈ പേടി വരുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടില്ലേ? അതിനകത്ത് 1% കാര്യം പോലും സംഭവിക്കില്ല. പിന്നെന്തിനാ അത് മുഴുവൻ ചിന്തിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ആ ഓവർ തിങ്കിങ് അവസാനിപ്പിക്കുക. ഓക്കെ, ആ ഓവർ തിങ്കിങ് അവസാനിപ്പിക്കാനുള്ള മെത്തേഡ് എന്താന്ന് പറഞ്ഞാൽ, യു ഷുഡ് ബി എൻ ആക്ഷൻ ടേക്കർ. നമ്മൾ പ്രവർത്തിക്കണം. പേടിച്ചിട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. എന്ത് കാര്യമാണെങ്കിലും യു ഷുഡ് ബി എൻ ആക്ഷൻ ടേക്കർ. ഈ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ തിങ്ക് ചെയ്യാനുള്ള സമയം കിട്ടില്ല. നമ്മുടെ ബ്രെയിൻ നമ്മൾ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പൊ ലിഫ്റ്റ് കയറാൻ പേടിയുള്ള ഒരാള് എന്ത് ചെയ്യണം? ലിഫ്റ്റ് കാണുമ്പോൾ പതുക്കെ ലിഫ്റ്റ് കണ്ട് പേടിച്ച് നിൽക്കാതെ ഒന്ന് ലിഫ്റ്റിന്റെ അടുത്ത് നിൽക്കുക ആദ്യം തന്നെ കുറേ നേരം. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ആളറിയാതെ ലിഫ്റ്റ് കണ്ട പേടിയാണ്. അപ്പൊ ലിഫ്റ്റിന്റെ അടുത്ത് ഇരുന്ന് കുറെ പേടി മാറ്റുക. എന്നിട്ട് പിന്നെ ലിഫ്റ്റ് വരുമ്പോൾ ലിഫ്റ്റ് പ്രസ് ചെയ്ത് അകത്ത് കയറി നിൽക്കുക. ലിഫ്റ്റ് പോകണമെന്നില്ല, കുറച്ചു നേരം അങ്ങനെ നമ്മൾ എക്സ്പോസ്ഡ് ആക്കുക നമ്മൾ തന്നെ. അതേസമയം കുറേ നേരം ലിഫ്റ്റ് കണ്ടിങ്ങനെ വെറുതെ ചിന്തിച്ച് ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് ഇത് ഞാൻ ഇത് കയറി കഴിഞ്ഞ് ഇത് സ്റ്റക്കാവും, പിന്നെ എനിക്ക് ഇതിനകത്ത് ഒരു ശ്വാസം മുട്ടും, ഞാൻ ശ്വാസം മുട്ടി മരിക്കും എന്നൊക്കെ വിചാരിച്ചല്ലേ? നിസ്സാരമായൊരു പേടിയാ. പക്ഷെ ഒരാൾക്ക്, ഞാൻ അറിയുന്ന ഒരാൾക്ക് ഇതുകൊണ്ട് ഭയങ്കരമായ അസൗകര്യമാണ്. നമുക്ക് ഫണ്ണിയായിട്ട് തോന്നുന്ന ആലോചിക്കുമ്പോൾ, ലിഫ്റ്റ് ഇല്ലാത്ത ബിൽഡിംഗ് ഉണ്ടോ? എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ 5-6 നിലയൊക്കെ സ്റ്റെപ്പ് എടുത്ത് കയറും സ്റ്റെയർ വഴി ലിഫ്റ്റ് മേടിച്ചിട്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് തന്നെ അതിനെ മറികടക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് എഴുതി വെക്കാൻ പറ്റണം. അത് നല്ലതാണ്. എന്താണ്? ഫസ്റ്റ് ഒരു പേപ്പർ എടുത്ത് എഴുതുക, എൻ്റെ പേടി ഇതാണ് പറഞ്ഞ് എഴുതുക. യു റൈറ്റ് ഇറ്റ് ഡൗൺ, ദിസ് ഇസ് മൈ ഫിയർ. അതെന്താ വെച്ചാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാനാണ്. നമ്മൾ എല്ലാത്തിലും ഒരു ക്ലാരിറ്റി വേണം അല്ലേ? രണ്ടാമത് എഴുതുക, ഇതെപ്പോഴാണ് എനിക്ക് തുടങ്ങിയത് എഴുതുക. ഈ പേടി എപ്പോൾ മുതലാണ് തുടങ്ങിയത്? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? അപ്പൊ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയ കാര്യത്തിൽ അല്ലേ, നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. ഓക്കെ, മറ്റത് അകാരണമായിട്ട് ഇങ്ങനെ പേടി വരും നമുക്ക്, ഒരു കാരണമില്ലാതെ. പിന്നെ അടുത്തത്, ഇത് മാറ്റാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, അത് എഴുതി വെക്കുക. അത് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു ആക്ഷൻസ് ആയിരിക്കും, സ്മോൾ ആക്ഷൻസ് ആയിരിക്കും അല്ലേ? അപ്പൊ അത്
അതും എഴുതി വെക്കുക. എന്നിട്ട് ഈ ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒരു ഉറപ്പുവരുത്തണം. വെറുതെ എഴുതി വെച്ച് പേപ്പറിൽ എഴുതിയിട്ട് കാര്യമില്ല. ആ ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ എന്താണോ പേടിക്കുന്നത് അത് ചെയ്യുക. ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തുടക്കം തന്നെ ഫുള്ളായിട്ട് ചെയ്യണമെന്നില്ല, ചെറിയൊരു അളവിൽ അത് ചെയ്തു തുടങ്ങുക. പിന്നെ അടുത്ത ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് എഴുതുക. ഇന്ന് ഞാൻ എന്ത് ആക്ഷനാണ് ചെയ്തത്, എന്നിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് എഴുതി വെക്കുക. ആ മാറ്റം ഡെഫിനറ്റ് ആയിട്ട് ഒരു പോസിറ്റീവ് മാറ്റമായിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ ചെയ്തോ നിങ്ങൾ മാറ്റം ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അത് കാണുമ്പോൾ, അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും കൂടുതൽ ചെയ്യാനായിട്ട്. അതേസമയം ഈ പേടിയുണ്ട് എന്നും പറഞ്ഞ് ചെയ്യാതിരുന്നൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി, ഒന്നും നടക്കില്ല. അവിടെ സ്റ്റക്കാണ്, അവിടെ ലൈഫ് സ്റ്റക്കാവുക. ഈ പേടി നമ്മുടെ ജീവിതകാലം മുഴുവൻ കൊണ്ടെടുക്കും, അതിനെ മാറ്റാൻ പറ്റാതെ. അപ്പോൾ എന്താണ് പേടിയെന്ന് എഴുതുക, എപ്പോഴാണ് തുടങ്ങിയതെന്ന് എഴുതുക, അതിൻ്റെ കാരണം എന്താണെന്ന് എഴുതുക. ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇത് മാറ്റാൻ ഞാൻ എന്ത് സ്മോൾ സ്റ്റെപ്സ് ആണ് ഇതിനെടുക്കാൻ പോകണമെന്ന് ചെയ്യുക. അതങ്ങ് എടുക്കുക. ഡെഫിനറ്റ് ആയിട്ടും ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങളുടെ പേടി മാറിയിരിക്കും. ഓക്കെ. പിന്നെ ഒരു 5 സെക്കൻഡ് റൂൾ ഉണ്ട് പേടി മാറ്റാനായിട്ട്. 5 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാണ്. അത് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഹാക്ക് ചെയ്യണം പേടി മാറ്റാനായിട്ട്. ബ്രെയിനിന് ചില പരിമിതികളുണ്ട്. അത് ശരിക്കും നമ്മൾ പരിമിതിയായിട്ട് എടുക്കുകയാണെങ്കിൽ അത് പരിമിതിയായിട്ട് നിൽക്കും. പക്ഷെ ആ പരിമിതിയെ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ബ്രെയിൻ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അതിന് 5 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ 5, 4, 3, 2, 1 എന്നൊരു കൗണ്ട് നമ്മൾ മനസ്സിൽ വെറുതെ കൗണ്ട് ചെയ്യുക. ഓക്കെ. നമ്മൾ എന്തിനെങ്കിലും പേടിക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയണമെങ്കിൽ ഒരാൾ ഫ്ലൈറ്റിൽ പോകാൻ പേടി. ഓക്കെ. അപ്പോൾ അയാൾ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുമ്പോൾ ഇയാൾക്ക് എല്ലാവിധ നെഗറ്റീവ് തോട്ട്സും വരും. എന്താണ്, ഈ ഫ്ലൈറ്റ് ശരിയാവില്ല, എവിടെയെങ്കിലും പോയി ക്രാഷ് ആവും, ഇത് ഇത്ര ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, വെറുതെ ഓവർ തിങ്കിങ് അയാൾക്ക് വരും. ആ ഒരു ഇൻസ്റ്റന്റിൽ അയാൾ വേറൊരു തോട്ട് കൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്യുക. എന്താ തോട്ട് എന്നറിയോ? ആ തോട്ട് എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു തോട്ട് അവിടെ കൊണ്ടുവരണം. കാരണം ഈ ഫിയറിനും എക്സൈറ്റ്മെന്റിനും കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആവേശം, ഉത്സാഹം. നമ്മൾ ഉത്സാഹം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. ഫിയറിനും എക്സൈറ്റ്മെന്റിനും കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഈ 2 കേസിലും നമ്മുടെ ബോഡി ഏകദേശം സിമിലർ ആയിട്ടാണ് ആക്ട് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ ബ്രീത്തിങ് ഫാസ്റ്റ് ആവും. അല്ലെ, എക്സൈറ്റ്മെന്റ് വരുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യണത്, നമ്മൾ ആവേശം വരുമ്പോൾ. അപ്പോൾ ഈ വികാരങ്ങൾ പെട്ടെന്ന് കൺവേർട്ടബിൾ ആണ്. ഫിയറിന് എക്സൈറ്റ്മെന്റ് ആയിട്ട് പെട്ടെന്ന് ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ ബ്രെയിൻ എക്സൈറ്റ്മെന്റ് ആയിട്ട് മാറ്റാനായിട്ട് സഹായിക്കും. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു തോട്ട് ഷിഫ്റ്റ് ആണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്, ഒരു കോൺഷ്യസ് തോട്ട് ഷിഫ്റ്റ്. അതെങ്ങനെ ചെയ്യും? ഉടൻ തന്നെ നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾ ഈ ഫ്ലൈറ്റ് പോയി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരു ഫ്രണ്ടിനെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അവനെ നിങ്ങൾ അവിടെ കാണും. നിങ്ങൾ വഴി വെറുതെ ഫോൺ വഴിയുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആകാംക്ഷയോടെ ആ ഫ്രണ്ട് നിങ്ങളെ കാണാൻ കാത്തിരിക്കുക. അവിടെ ചെല്ലുന്ന നിമിഷം നിങ്ങളും ആ ഫ്രണ്ടും കൂടി ആ സ്ഥലത്ത് ഒരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഒരു ബീച്ചിന്റെ സൈഡിൽ കൂടി നടന്നു പോകുന്നു. ഈ ഒരു വിഷ്വല് നിങ്ങളുടെ മൈൻഡിലേക്ക് അങ്ങ് ടക്കെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരാം. ഉടനെ അതൊരു എക്സൈറ്റ്മെന്റ് ആണത്, ആ ഒരു ഫീലിംഗ് അല്ലേ. ആ എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ ഫിയർ എക്സൈറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ആവും. ഒന്ന് ട്രൈ നോക്കിക്കോ. എന്താണ് ഇപ്പൊ ജൈനിയുടെ കേസിൽ വണ്ടി ഓടിക്കാൻ പേടിക്കുന്ന ജൈന് എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാ കണ്ടതിന്? വണ്ടി ഓടിക്കാൻ പേടിക്കുമ്പോൾ നമ്മൾ നേരെ അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ച് ഒരു ഹൈവേ കൂടി പോണത് അങ്ങോട്ട് ആലോചിക്കണം. ആ കൂടെ ഇരുന്ന് നോക്കി നമ്മൾ സംസാരിക്കുന്നു, തമാശ പറയുന്നു, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിൽ അതിൻ്റെ ഒരു ഫീലിംഗേ ഇല്ല. യു ആർ ജസ്റ്റ് എൻജോയിങ് യുവർ ഡ്രൈവിങ് അല്ലേ. അല്ലെങ്കിൽ ഒരു നൈറ്റ് ഡ്രൈവ്, എറണാകുളത്ത് അങ്ങനെ ഒരു പരിപാടിയുണ്ട്, നൈറ്റ് ഡ്രൈവിന് പോണ പരിപാടിയുണ്ട്. ഞാനിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. കാര്യം വെച്ചാൽ ഒരു 10 മണിക്ക് ശേഷം വണ്ടിയും കൊണ്ടിറങ്ങി ഇവിടെ മറൈൻ ഡ്രൈവ് ഉണ്ട്. അപ്പൊ നല്ല റോഡാണ്, നല്ല തണുത്ത കാറ്റാണ് അവിടെ, കുറേ ലൈറ്റുകൾ കാണാം, റോഡിൽ ട്രാഫിക് ഉണ്ടാവില്ല. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കുറേ ദൂരം ഇങ്ങനെ പോകും. ഫോൺ വഴിക്ക് എവിടെയെങ്കിലും എവിടെ ചെന്നൊരു ചായ പിടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലുമൊക്കെ ഒരു ഐസ്ക്രീമോ ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വരും.
ഈ ഒരു ഡ്രൈവിംഗ് പേടിക്കുന്ന ഒരാൾ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് ഇതൊരു എക്സൈറ്റ്മെന്റ് അല്ലേ? ഡെഫിനറ്റ്ലി യുവർ ഫീലിംഗ് വിൽ ഗെറ്റ് കൺവേർട്ടഡ്. ഈ ഫിയർ എക്സൈറ്റ്മെന്റ് ആയിട്ട് മാറും. പിന്നെ എന്ത് പറ്റും, നമ്മുടെ ബ്രെയിനിനൊരു സ്വഭാവമുണ്ട്. എന്തൊരു കാര്യവും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റ് ആവും. ബ്രെയിൻ അത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ ഇതൊരു പ്ലഷറബിൾ എക്സൈറ്റ്മെന്റ് അല്ലേ, സന്തോഷം തരുന്ന എക്സൈറ്റ്മെന്റ്. ഉടനെ നമ്മുടെ ബ്രെയിൻ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമിൻ, അതാണ് നമുക്ക് സാറ്റിസ്ഫൈങ് റിവാർഡിങ് ഒരു ഹോർമോൺ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നമുക്ക് തരുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ഉടനെ ഡോപ്പമിൻ വരും. പിന്നെ നമ്മൾ സന്തോഷത്തിലായി, ട്രാക്കിലായി. പിന്നെ നമ്മളത് എൻജോയ് ചെയ്യും. എല്ലാ പേടിക്കുന്ന കാര്യങ്ങളും ഇതേപോലെ എക്സൈറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് 5 സെക്കൻഡ് റൂൾ എന്നുള്ളത്. അപ്പോൾ 5, 4, 3, 2, 1 എന്നൊരു കൗണ്ട് ചെയ്യുക. പേടിക്കുന്ന ആ നിമിഷം 1 കൗണ്ട് ചെയ്ത ഉടനെ തന്നെ ഡെലിബറേറ്റ്ലി എക്സൈറ്റ്മെന്റ് തരുന്ന ഫീലിംഗ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ഇതാണ് ഏകദേശം ഫിയർ മാനേജ്മെന്റും ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫോബിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ശരിക്കും ഫോബിയ ഒരു എക്സ്ക്ലൂസീവ് ക്ലാസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ്. കാര്യം ഈ ഫിയറും ഫോബിയവും വളരെ കണക്റ്റഡ് ആണ്. ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ അകാരണമായ പേടി, ചില കാരണങ്ങളോട്. ഇപ്പൊ ലിഫ്റ്റിൽ കയറുന്ന ഒരാൾക്ക് പേടി, അത് ഫോബിയാണ് ശരിക്കും. അത് ഫിയർ എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഫിയർ തന്നെയാണ്, പക്ഷെ അത് ഫോബിയയും കൂടിയാണ്. ഈ ഫോബിയ പല ടൈപ്പ് ഓഫ് ഫോബിയാസ് ഉണ്ട്. അത് ഓരോന്നിനും ഓരോ പേര്. ആ ഫോബിയയുടെ പേരുകൾ തന്നെ പഠിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇപ്പൊ ഫിയർ ഓഫ് ഹൈറ്റ്സിന് പറയുന്നത് അക്രോഫോബിയ എന്നാണ്, അല്ലെ? കുറച്ച് ഹൈറ്റുള്ള ഒരു നില കെട്ടിടത്തിന് മുകളിൽ കയറുന്ന അവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ തലകറങ്ങും, അക്രോഫോബിയ ഉള്ളവർക്ക്. ഫിയർ ഓഫ് ഡാർക്ക്നെസ്സിനെ പറയുന്നത് നൈസോഫോബിയ എന്നാണ്. ഇരുട്ട് കണ്ട അവർക്ക് പേടിയാണ്. സ്റ്റേജ് ഫിയറിന് പറയുന്നത് ഗ്ലോസോഫോബിയ എന്നാണ്. ഗ്ലോസോഫോബിയ, സ്റ്റേജ് കണ്ട പേടി. എനിക്ക് നേരെ തിരിച്ചാണ്. അനിമൽസിനെ കണ്ട പേടിക്കുന്നതിന് സൂഫോബിയ എന്ന് പറയും. അവർക്ക് എല്ലാ മൃഗങ്ങളെയും പേടിയായിരിക്കും, അന്ന് തൊടാൻ പേടിയായിരിക്കും. അനിമൽസിനെ അവർക്ക് ഇപ്പൊ പട്ടീനെയും പൂച്ചനെയൊക്കെ തൊടാൻ അവർക്ക് പേടിയായിരിക്കും. അത് സൂഫോബിയ എന്ന് പറയും. സോഷ്യൽ സിറ്റുവേഷൻസിന് പേടിക്കുന്ന ആൾക്കാരുണ്ട്, അതിനെ സോഷ്യൽ ഫോബിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവർ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യില്ല അധികം, മനസ്സിലായില്ല? അവർ റിസർവ്ഡ് ആയിട്ട് നിൽക്കും. കാര്യം അവര് വെറുതെ കുറെ മുൻധാരണകളാണ്. സൊസൈറ്റി എന്നെ തെറ്റിദ്ധരിക്കും, ആൾക്കാർ എന്നെ പറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കും. ഈ ക്ലോസ്ഡ് സ്പേസ് പേടിക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? ക്ലോസ്ഡ് സ്പേസിന് അതിനെ ക്ലസ്ട്രോഫോബിയ എന്ന് പറയും. അവർ ചെറിയൊരു റൂമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഉടനെ ശ്വാസം മുട്ട് ഓർക്കും. എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാർ. ഉടനെ ശ്വാസം മുട്ട് ഫീൽ ചെയ്യും. ഉടനെ അവർ ജനൽ വാതിലൊക്കെ തുറന്നിടാൻ പറയും. അവർ തിയേറ്ററിനകത്ത് പോയി സിനിമ കാണില്ല, അതാണ് രസം. അവർക്കൊരു ഭയങ്കര ശ്വാസം മുട്ടാണ്. അത് ക്ലസ്ട്രോഫോബിയാണ്. ഇങ്ങനെ ഈ ഫോബിയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ആണല്ലോ സാധാരണ എല്ലാവരും ചെയ്യുന്നത്, അല്ലേ? അതൊരു താൽക്കാലിക സമാധാനം മാത്രമാണ്, അതൊരിക്കലും സൊല്യൂഷൻ അല്ലല്ലോ, അല്ലേ? ഈ ഫോബിയാസ് വരുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, പഴയ കാല നമ്മുടെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അത് കണക്റ്റഡ് ആയിരിക്കും, അല്ലേ? പേടി കിട്ടിയെന്ന് നമ്മൾ പറയില്ല, ഇന്ന കാര്യപ്പോൾ പേടി കിട്ടിയത്, പിന്നെ അത് ഭയങ്കര പേടിയാന്ന് പറയും. അത് പാസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ ലേൺഡ് ഫിയർ, പേടി നമ്മളെ പഠിപ്പിച്ചത് ആര് പഠിപ്പിച്ചു? നമ്മുടെ പേരൻസ് പഠിപ്പിച്ചു. ജനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോഴേ, അത് ഈ സമയമായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇന്നലെ ലേറ്റ് ആയി കിടന്നപ്പോ ഓക്കെ ഞാൻ ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴേ രാവിലെ 9 മണിക്ക് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് ഉറങ്ങുന്ന ആൾക്കാർ സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ. കാര്യം ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് ഉറപ്പില്ല രാത്രി. നമ്മൾ പഠിച്ച കാലം, ഞങ്ങളൊന്നും പഠിച്ച കാലം, നമ്മുടെ 2 ജനറേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ പഠിച്ച കാലത്തെ പോലെയല്ല. അന്ന് രാത്രി കൃത്യസമയത്ത് കിടന്നുറങ്ങും, രാത്രി കൃത്യസമയത്ത് എഴുന്നേക്കും. ഇപ്പം അങ്ങനെയല്ല, മൊബൈലിലാണ് ഫുൾ ടൈം. വീഡിയോ ചാറ്റും അത് ഇതും സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് രാവിലെ 9 മണിക്ക് ഫ്രണ്ട് ബെഞ്ചിൽ വന്നിട്ട് ഉറങ്ങും. ഞാനിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കില്ല പരിപാടി സ്റ്റുഡൻസിന്, അല്ലാതെ ആയിരുന്നു നിർത്തിയില്ല. അപ്പൊ ഞാൻ ഇതിപ്പോ ഒരു കാരണമുണ്ട്, ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ടാണെന്ന് മനസ്സിലായി. ഇന്നലെ 2:30 എഴുന്നേറ്റിട്ട് ഒരു ഇതുണ്ടായി വെളുപ്പിന്, അപ്പോ വൈകി. ഓക്കെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അല്ലേ? ശരി. അത് നമുക്കൊരു 10 മിനിറ്റിൽ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പം പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒരു കാര്യമാണ്. പിന്നെ ലേൺഡ് ഫിയർ, ഫോബിയ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ പേരൻസ് ഒന്നാമതായിട്ട് അതിനകത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ സൊസൈറ്റി അതിനകത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്ക് പേടി തന്നതിൽ, അല്ലേ? അതിനെയാണ് ലേൺഡ് ഫിയർ എന്ന് പറയുന്നത്. ശരിക്കും അതിനകത്തൊരു മേജർ റോള് നമ്മുടെ പേരൻസ് തന്നെയാട്ടോ. ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ സബ് കോൺഷ്യസിനകത്ത് കയറി പറ്റിയ കാര്യങ്ങൾ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്.
അതിന് ചില ടെക്നിക്സ് ഉണ്ട്. ഹിപ്നോട്ടൈസ് ചെയ്യാന്ന് പറയും. ഹിപ്നോട്ടൈസം വഴി നമുക്ക് ഉപബോധ മനസ്സിലുള്ള പേടികളൊക്കെ പുറത്തേക്ക് കളയുന്ന പരിപാടിയുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊരു പരിപാടി വന്നിട്ടുണ്ട് ഈ മാനിഫെസ്റ്റേഷനിൽ. നമ്മുടെ അകത്തുള്ള കുട്ടീനെ, നമ്മുടെ ഉള്ളിൽ എല്ലാവരിലും ഒരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചില സമയങ്ങളിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളെ കാണുമ്പോഴും നമ്മൾ കുട്ടികളായിട്ട് കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യുന്നതൊക്കെ ആ ഇന്നർ ചൈൽഡ് ഉള്ളതുകൊണ്ടാണ്, അല്ലേ? പക്ഷെ ആ ഇന്നർ ചൈൽഡിനകത്ത് തന്നെ പല പേടിയൊക്കെ കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അത് മുഴുവൻ മാറ്റണമെങ്കിൽ അതൊരു ഹീലിംഗ് പ്രോസസ്സ് കൂടി തന്നെ കടന്നു പോകണം. അല്ലെങ്കിൽ അത് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാവും. നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എന്തോ ഒരു കാരണം കൊണ്ട് ഈ പേടി, പക്ഷെ നമുക്കത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാസ് ആയിരിക്കും അതിന് കാരണം. അതിന് ഞാൻ പറഞ്ഞ പോലെ ഹിപ്നോട്ടൈസ് ചെയ്ത് മാറ്റുന്നവരുണ്ട്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് വഴി ചെയ്യുന്നവരുണ്ട്. അത് ഉപബോധ മനസ്സിലേക്ക് ആക്സസ് കിട്ടിയാൽ മാത്രമേ അതിനെ കളയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺസ് അതിനൊരു ഫാക്ടറാണ്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടണം, മനസ്സിലായില്ലേ? കാരണം എന്താന്ന് പറഞ്ഞാൽ, പക്ഷെ ഏറ്റവും ഭയങ്കര പരിതാപകരമായൊരു അവസ്ഥ, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട അടുത്ത വ്യക്തികൾ നെഗറ്റീവ് ആകുമ്പോഴാണ് ഓടാൻ പറ്റൂല, മനസ്സിലായില്ലേ? കാര്യം അവരുമായിട്ട് നമ്മൾ ഡേ ടു ഡേ ബേസിൽ നമ്മൾ ഇന്ററാക്ഷൻ ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ അത് വേറൊരു വിഷയമാണ്. സത്യം പറയണമെങ്കിൽ കുറച്ച് സെൻസിറ്റീവ് ആണത്. കാരണം നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല, അതേസമയം അവരുടെ ഇൻഫ്ലുവൻസ് നമ്മൾ വരാനും പാടില്ല. അപ്പൊ നമ്മൾ ആ രീതിയിൽ, ഷോർട്ടായിട്ട് പറയണമെങ്കിൽ ആ രീതിയിലേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. അവരുടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ചെവി കൊടുക്കേട്ട് ഈ ചെവി വിടുക എന്ന് പറയില്ലേ, അതേപോലെ വേണം. ഫോക്കസ് കൊടുക്കാൻ പാടില്ല അവർ പറയുന്നില്ല. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക അവർ നെഗറ്റീവാണ്, നമ്മളിൽ അത് ഒരു രീതിയിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കോൺഷ്യസ് മൈൻഡോട് കൂടി വേണം നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ആ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺസും ഇതുപോലെ നമുക്കൊരു ഇത് തരാം, ഫോബിയസും ഫിയറൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ സൊല്യൂഷനുള്ളൂ, എക്സ്പോഷർ തെറാപ്പി ചെയ്യുക. നമ്മൾ പേടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് ഫോബിയ ആണെങ്കിലും ഫിയർ ആണെങ്കിലും മാറ്റാൻ ഇത് മാത്രമുള്ള ഒരു സൊല്യൂഷൻ. ഓക്കെ, അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ലിഫ്റ്റിനുള്ള പേടി മാറാനായിട്ട് ആദ്യം ലിഫ്റ്റിനെ പറ്റി ചിന്തിക്കുക. ലിഫ്റ്റിന്റെ അടുത്ത് പോകാത്ത ആൾക്കാരുണ്ടാവും. ലിഫ്റ്റിനെ പറ്റി ആദ്യം ചിന്തിക്കുക. പിന്നെ ലിഫ്റ്റിന്റെ ഫോട്ടോ വേണേ കാണാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അല്ലെ? ലിഫ്റ്റിന്റെ അടുത്ത് പോയി നിൽക്കുക, പിന്നെ ലിഫ്റ്റിന്റെ അകത്ത് വെറുതെ കയറി നിൽക്കുക, പിന്നെ ലിഫ്റ്റിൽ ഒരു ഫ്ലോറോ 2 ഫ്ലോറോ പോവുക, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്കെയിൽ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്ത് ഫോബിയയും ഫിയറും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. ഓക്കെ, പിന്നെ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഉണ്ട്, CBT എന്ന് പറയും, കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി. അത് വെറും നമ്മളൊരു എന്താ പറയുക, റീപ്ലേസ് നെഗറ്റീവ് തോട്ട്സ് വിത്ത് റിയലിസ്റ്റിക് തിങ്കിങ്. നമ്മൾ അതൊരു യഥാർത്ഥ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവില്ല. നമ്മൾ തിരിച്ചറിയണം ഇതൊരു ഫോബിയാണ്, ഇതിലൊരു കാര്യമില്ല ഞാനിങ്ങനെ ചിന്തിക്കുന്നതിൽ, അങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള ഒരു സമീപനമാണ് അത്. എന്നിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുക, യഥാർത്ഥത്തിൽ അതിലൊരു കാര്യമില്ല, ശരിക്കും ഞാൻ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ഒരു റിയലിസ്റ്റിക് തോട്ട് നമ്മുടെ മൈൻഡിൽ വരണം. പക്ഷേ അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ചിലപ്പോൾ അതിനെ സമ്മതിക്കില്ല. ആ ഫോബിയ ആയിട്ട് തന്നെ ഇരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ അതിന് കുറച്ച് നമ്മൾ എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ആ ഫോബിയനെ അല്ലെങ്കിൽ ഫിയറിനെ നമുക്ക് മറികടത്താൻ പറ്റും. പിന്നെ ഇപ്പൊ ഒരു മോഡേൺ ടെക്നോളജി വന്നിട്ടുണ്ട്, വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ടെക്നോളജി ഉണ്ട്. അതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കുന്ന സംഭവത്തിനെ, ഇപ്പൊ ഒരാള് ഹൈറ്റ് നിന്ന് ചാടാൻ അയാൾക്ക്, അല്ലെങ്കിൽ ഹൈറ്റ് പേടിയ ഒരാൾക്ക് ഒരു ഗോഗിൾ ഇടും, ഒരു സ്പെക്സ്, അല്ലെ? വെർച്വൽ റിയാലിറ്റി സ്പെക്ടക്കിൾ എന്ന് പറയും. ആ സ്പെക്സ് ഇട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മളൊരു മലേന്റെ മുകളിൽ നിൽക്കുന്ന പോലെയാ. ലിറ്ററലി നമ്മൾ അവിടെ ആയിരിക്കും. കറക്റ്റ് ആ ഫീലിംഗ് നമുക്ക് കിട്ടും, നമ്മൾ ആ ഹൈറ്റിൽ ഇരിക്കുന്ന പോലെ. നമ്മൾ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. തുടക്കം തന്നെ വലിയ മലേന്റെ മുകളിൽ കയറ്റൂല, ഒരു 3-4 നിലയുള്ള ഹൈറ്റുള്ള ബിൽഡിങ്ങിന്റെ ആ ഹൈറ്റ് നമ്മൾ നോക്കും. അങ്ങനെ സ്കെയിലപ്പ് ചെയ്ത് നമ്മൾക്ക് അതൊരു ശീലമായിട്ട് വരും. നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യും, മനസ്സിലായില്ലേ? ഇപ്പൊ പാമ്പിന്റെ പേടിയുള്ള ആളുടെ മുമ്പിൽ പാമ്പിനെ കൊണ്ട് നിർത്തും. ശരിക്കും വെർച്വൽ റിയാലിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, VR മൂവീസ്, 3D മൂവിനെക്കാളും ഭയങ്കര എഫക്റ്റ് ആണ് അതിന്. അതിന്റെ സ്പെക്ടക്കിള് വാങ്ങിക്കാൻ കിട്ടും നമുക്ക്, അതിന്റെ ഗോഗിള് വാങ്ങിക്കാൻ കിട്ടും. അത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ വെർച്വൽ റിയാലിറ്റി യൂസ് ചെയ്യുന്ന ചില മേഖലകൾ ഓൺലൈൻ ഷോപ്പിങ്ങിനെ യൂസ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഷോപ്പ് ചെയ്യുന്ന നേരത്ത് ഓൺലൈൻ ഷോപ്പിങ്ങിന് സാധാരണ ഷോപ്പിങ്ങിന് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒരു മേജർ ഡിഫറൻസ്, സാധാരണ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് അവിടെ സാധനങ്ങളൊക്കെ കണ്ട്, അല്ലെ, ഓരോന്നെടുത്ത് അതിന് ഫീൽ ചെയ്ത് അതിന്റെ വെയിറ്റ്, സ്മെല്ല്, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ? ആമസോൺ വഴി നമ്മളൊരു പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ പെർഫ്യൂമിന്റെ വെയിറ്റോ അതിന്റെ സ്മെല്ലോ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ.
നമ്മൾ പിന്നെ എന്തുകൊണ്ട് പിന്നെയും വാങ്ങിക്കുന്നു? നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മളത് വാങ്ങിക്കും. അത് നമുക്കറിയാം അതെന്താണെന്നറിയാം, അല്ലേ? പക്ഷെ ഈ വെർച്വൽ റിയാലിറ്റി ഇത് ഈ ഗോഗിൾ അല്ലെങ്കിൽ അതൊരു ഹെൽമെറ്റ് അടക്കം വരുന്നുണ്ട്. ഇപ്പൊ അത് ഇടുന്ന ഒരാൾക്ക് ശരിക്കും നമ്മൾ അത് കൂടി ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഷോപ്പിലാണ്, നമ്മൾ അതിനകത്താണ്. നമ്മൾ നടന്നുപോയി ഓരോ സാധനങ്ങൾ എടുക്കുന്നു, അതിന്റെ വെയിറ്റ് ഒക്കെ നമുക്ക് ശരിക്കും ചെയ്യും. സ്മെല്ല് ചെയ്യുമ്പോൾ സ്മെൽ കാറ്ററിംഗ് എന്നൊരു സാധനമുണ്ട്, അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതുവഴി നമുക്ക് ആ സ്മെല്ല് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടും. ആ രീതിയിൽ അതൊരു അഡ്വാൻസ് ടെക്നോളജിയാണ്. അപ്പൊ അതിപ്പോ ഈ ലെവലിലേക്ക് വന്നിരിക്കുന്നത് കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ, ഞാൻ ഈ പറഞ്ഞ പോലെ സ്മെല്ല് അടക്കമൊക്കെ കിട്ടുന്നത്. പക്ഷെ നമുക്ക് ആ ഗോഗിള് വലിയ വില ഇല്ലാതെ നമുക്ക് കിട്ടും, അത്ര എക്സ്പെൻസീവ് അല്ല. ആ സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുന്ന സംഭവം അതേ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരും. എന്നിട്ട് അത് കണ്ട് 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 ഫിയർ മാറ്റും. അതാണ് ഇപ്പോഴത്തെ പുതിയ മോഡേൺ ടെക്നോളജി ടു ഓവർകം ഫിയർ. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മൾ ഫിയറിന്റെ ഏകദേശം എല്ലാം കവർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാം. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടോ? ഓക്കെ, ടോണി എന്താണ് ഒരു ഫീഡ്ബാക്ക് പറയൂ. ഇത് നന്നായിരുന്നു, സെഷൻ വളരെ നന്നായിരുന്നു. നമ്മളിത് ഓവർകം ചെയ്യാൻ ഇത് പ്രാക്ടീസ് ചെയ്യുക, അത്ര തന്നെ മാർഗമുള്ളൂ. പറഞ്ഞമാതിരി നമുക്ക് ഉള്ള പറഞ്ഞമാതിരി നമുക്ക് ആദ്യമൊക്കെ കാറൊക്കെ ഓടിക്കാനൊക്കെ ഈ പറഞ്ഞമാതിരി പേടി ഉണ്ടായിരുന്നു നമുക്കൊക്കെ. പിന്നെ അത് നമ്മൾ ഓടിച്ചത് പ്രാക്ടീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെ തന്നെ മാറ്റിയെടുക്കണം. പ്രത്യേകിച്ച് എക്സ്പോഷർ തെറാപ്പി തന്നെയാണ് ഇതിനുള്ള ഒരു വഴി, ബെസ്റ്റ് വഴി എന്നുള്ളത്. എന്താണോ പേടിക്കുന്നത് അത് കുറച്ച് ചെയ്യുക. ഞാനിപ്പോ ഈ പറഞ്ഞമാതിരി റൈഡ്സ്, ഭയങ്കര ഹൈറ്റ് ഉള്ള റൈഡ്സ് ഒക്കെ പേടി വരുമ്പോ നമ്മൾ ഒരു റൈഡ് തന്നെ 2-3 വട്ടം ട്രൈ ചെയ്ത് നോക്കുമ്പോ നമുക്കത് പോകുന്നുണ്ട്, അത് മാറി കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അതിനൊന്നും ടൈം കിട്ടില്ല. ഇങ്ങനത്തെ തീം പാർക്കിലൊക്കെ പോകുമ്പോ അത്രയധികം ടൈം കിട്ടില്ലല്ലോ. പക്ഷെ ഏതൊരു പേടിയാണോ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വിജയകരമായിട്ടുള്ള പോക്കിന് തടസ്സം നിൽക്കുന്നോ അത് മാറ്റേണ്ടതാണ്. അതെ, ഇപ്പൊ ഹൈറ്റ് നമുക്ക് കുഴപ്പമില്ല, ഹൈറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും, ഹൈറ്റിൽ എപ്പോഴും പോകാതെയൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷെ ചിലർക്ക് ചില ഫിയർ അവരുടെ ജീവിതത്തിൽ ലൈഫിനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അത് ഏറ്റവും വലിയൊരു ഫിയറാണ് ഈ സോഷ്യൽ ഫോബിയ എന്നുള്ളത്. ചിലർക്ക് മറ്റുള്ളവരുമായിട്ട് അവർ മിങ്കിളില്ല, അവർ ഒറ്റപ്പെട്ട് ഇങ്ങനെ കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എനിക്കറിയാം അങ്ങനത്തെ ആൾക്കാര്. അപ്പൊ അത് അങ്ങനെ മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇടപെടാതെ നമുക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പൊ അത് നമ്മൾ മാറ്റിയേ തീരൂ. അതേപോലെ ഇപ്പൊ ഈ ലിഫ്റ്റ് കയറുന്ന, വണ്ടി ഓടിക്കണം, ഇതൊക്കെ നമുക്ക് മാറ്റേണ്ട പേടികളാണ്, അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാം പറ്റും, അത്രയേ ഉള്ളൂ, ഒന്നും പറ്റാത്തതായിട്ടില്ല. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ലൈഫ് കോച്ച് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനകത്ത് പഠിച്ചൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ പർപ്പസ് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിനെ പറ്റി നമുക്കൊരു ഇൻസൈറ്റ് കിട്ടാനായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു ടൂളാണത് ആക്ച്വലി. ഈ ടൂളിന് നമ്മൾ പറയുന്ന പേരാണ് വീൽ ഓഫ് ലൈഫ് എന്ന് പറയും. വീൽ ഓഫ് ലൈഫ്. വീൽ ഓഫ് ലൈഫ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ഇതാണ് വീൽ ഓഫ് ലൈഫ്. ഞാൻ ആക്ച്വലി കമ്പ്യൂട്ടറിൽ ആദ്യം വരച്ചത് കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ കൈകൊണ്ട് തന്നെ വരയ്ക്കണം കേട്ടോ, കമ്പ്യൂട്ടറിൽ വരയ്ക്കരുത്. ഇത് ഞാൻ കമ്പ്യൂട്ടറിൽ വരയ്ക്കലിന്റെ തൊഴിലായതുകൊണ്ടാണ് ഞാൻ കമ്പ്യൂട്ടറിൽ വരച്ചത്. ഇതെന്താന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, യു ജസ്റ്റ് മേക്ക് എ സർക്കിൾ മാനുവലായിട്ട് തന്നെ. എന്നിട്ട് അതിനെ ഒരു 9 പാർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഇപ്പൊ ഒരു 9 ഡിവിഷൻ ഉണ്ട് ഇതിന്, അല്ലേ? 1 2 3 4 5 6 7 8 9 ഡിവിഷൻസ് ആണ്. ഈ ഓരോ ഡിവിഷനിൽ ഓരോ ലൈൻസ് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഈ ലൈൻസിനെ 10 വീണ്ടും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇതും 10 ഡിവൈഡ് ചെയ്യുക, ഇതും 10 ഡിവൈഡ് ചെയ്യുക, അങ്ങനെ ഓരോന്നും 10 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ സെക്ഷന്റെയും അറ്റത്തൊരു പേര് കൊടുക്കുക. ഫസ്റ്റ് കരിയർ എന്ന് പറയും. കരിയർ, നമ്മുടെ കരിയർ എവിടെയാണ്, നമ്മുടെ ജോലി ഏത് ലെവലിൽ നിൽക്കുന്നു,
കോൺട്രിബ്യൂഷൻ, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന സംഭാവനകൾ, ഇത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആയിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്, പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ എന്താണ് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ക്യാരക്ടറിലും നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്കുള്ള ഗ്രോത്ത്, സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ എന്ത് ലെവലിൽ നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു, റിലേഷൻഷിപ്സ്, മറ്റുള്ളവരായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, സോഷ്യൽ ലൈഫ് അല്ലേ, നമ്മുടെ സോഷ്യൽ ലൈഫ്, ഫണ്ണ്, ഇത് രണ്ട് കണക്റ്റഡ് ആണ് അല്ലെ, അതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, ഹെൽത്തിൽ എവിടെ നിൽക്കുന്നു, ഫിനാൻസിൽ എവിടെ നിൽക്കുന്നു, ഈ 9 കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓരോന്നും ഓരോ പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കരിയറിൽ ഞാൻ നിൽക്കുന്ന പോയിന്റ് 8ലാണ്, ഇത് ഇവിടം വരെ വന്ന 10 ആവും, ഇത് 1, ഓക്കെ, 2, 3, 4, 5, 6, 7, 8. അപ്പൊ ഔട്ട് ഓഫ് 10 8 ആണ് എന്റെ മാർക്ക് കരിയറിൽ. കോൺട്രിബ്യൂഷനിൽ 10 ഔട്ട് ഓഫ് 10 ആണ് എന്റെ മാർക്ക്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൽ 10 ഔട്ട് ഓഫ് 10 ആണ് എന്റെ മാർക്ക്. ഹെൽത്തിൽ 7 ഔട്ട് ഓഫ് 10 ആണ് എന്റെ മാർക്ക്. ഫിനാൻസിലാണ് ഏറ്റവും കുറവ് മാർക്ക് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ജോലി പോയ അവസ്ഥയിൽ ഇരിക്കുകയാണ്. പല ജോലികൾ ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മുടെ പഴയ രീതിയിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കുന്നു. അപ്പം ഇത് കണ്ടോ, അതിലാണ് ലോവർ മാർക്ക് ഞാൻ ഇട്ടിരിക്കുന്നത്. സോഷ്യൽ ലൈഫിൽ എൻ്റെ ഫുൾ മാർക്കാണ്, റിലേഷൻഷിപ്സിൽ എനിക്ക് ഫുൾ മാർക്കാണ്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഇതിനെയാണ് വീൽ ഓഫ്, ഇത് ആക്ച്വലി ഒരു വീലല്ലേ. ഈ വീലില് നമ്മൾ ഓരോ പോയിന്റുകൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഐഡിയൽ ആയിട്ടുള്ള ഒരു വീൽ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഒരു സർക്കുലർ ആയിരിക്കണം. എല്ലാം 100% അല്ലെങ്കിൽ 10 ഔട്ട് ഓഫ് 10 ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു പോളിഗൺ ആയിട്ട് വരും, ഒരു ഇറഗുലർ പോളിഗൺ അല്ലെങ്കിൽ ഒരു അമീബയുടെ അവസ്ഥയിലായിരിക്കും നിൽക്കണം. ഇതിനെ ഞാൻ ഒരു കർവാക്കി മാറ്റിയതാണ്. ഇത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് മാനുവലായിട്ട് ഞാൻ വരച്ചത് കാണിച്ചു തരാം. കൈ കൊണ്ട് വരച്ചത് ഇങ്ങനെയല്ലേ പറ്റുള്ളൂ, നമുക്ക് ഇതുപോലെ വരച്ചാൽ മതി. ഇതേപോലെ കൈ കൊണ്ട് റൗണ്ട് ഇട്ടിട്ട് ഓരോ ഇതായിട്ട് കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോരോ പോയിന്റ്സ് ഇവിടെ ഇടുക. അതനുസരിച്ച് മാർക്ക് ചെയ്തെല്ലാം കണക്ട് ചെയ്ത് ഒരു കർവ് ഉണ്ടാക്കുക. എന്നിട്ട് ഇത് റൗണ്ട് ചെയ്യുക ഇതേപോലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിന്റെ പല മേഖലകളെ പറ്റി ഒരു ക്ലിയർ പിക്ചർ അല്ലേ ഇത്, ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഓരോ എവിടെയാണോ നമ്മുടെ സ്കോർ താഴെ നിൽക്കുന്നത് അത് 10 ഔട്ട് ഓഫ് 10ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ പിന്നെ മുന്നോട്ട് നമ്മൾ നടത്തുക അല്ലെ. ഇത് ഇടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ഇതിനു വേണ്ടി ഓരോ ശ്രമങ്ങൾ നടത്തണം. ഈ ഓരോ ഏരിയാസും നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഈ കരിയർ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. അതിനുവേണ്ടി നമ്മൾ ഓരോ ദിവസവും എന്ത് എഫേർട്ട് ഇടുന്നു. അപ്പൊ കേസ് ആൻഡ് പ്രിൻസിപ്പിൾ എന്നൊരു പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ജപ്പാനീസ് പ്രിൻസിപ്പിൾ. നമ്മൾ കുറച്ചായിട്ടുള്ള എഫേർട്ട് അതിനു വേണ്ടി ഇടണം. ഇട്ടിട്ട് ഇതിനെ കൊണ്ട് ഇവിടെ എത്തിക്കാൻ പറ്റും. ഫിനാൻസ് ഇവിടെ എത്തിക്കാൻ പറ്റും, ഹെൽത്ത് ഇവിടെ എത്തിക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ ഓരോന്നിനും വേണ്ട സൊല്യൂഷൻ. ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി സംസാരിക്കുക, അവരായിട്ട് എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കുക. സോറി പറയേണ്ട കേസാണ് പോയി സോറി പറയാം. നമ്മുടെ പേരിലാണ് തെറ്റെങ്കിൽ തെറ്റ് നമ്മുടെ പേരിൽ അല്ലെങ്കിലും സോറി പറയാം. നമുക്ക് ഈഗോ വേണ്ട, മനസ്സിലായില്ലേ. എൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, നമുക്ക് ഈഗോ ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മളിൽ അട്രാക്റ്റഡ് ആവും, നമ്മുടെ ഫ്രണ്ട്സും. പിന്നെ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ കുറവാണെങ്കിൽ അത് എന്തെങ്കിലും ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കുക, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫിനാൻസ് നമുക്ക് കൂട്ടാനായിട്ട് എന്ത് വേണം, ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ജിമ്മിൽ പോകണം. ഞാനിപ്പോൾ ജിമ്മിൽ പോകണം എന്ന് വെച്ചിട്ട് നടന്നിട്ടില്ല, അതുകൊണ്ട് എന്നെ താത്തി വെച്ചിരിക്കണം. ഞാൻ കുറച്ച് മസിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുകയാണത്. രാവിലെ നടപ്പ് ഓട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള, നിങ്ങളിത് വരച്ചെടുക്കണമെങ്കിൽ വരച്ചെടുത്തു. പേപ്പർ പേനയും കയ്യിലുണ്ടോ നിങ്ങളുടെ? അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനിത് ഷെയർ ചെയ്താൽ മതിയോ? വാട്ട് യു തിങ്ക് ഇസ് ബെസ്റ്റ്? ഞാൻ വരച്ചെടുത്തു. വെരി ഗുഡ് ജൈനി. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വരച്ചെടുത്തോ, ഒന്ന് റഫായിട്ടൊന്ന് വരച്ചോ. നിങ്ങൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇപ്പോ 9 മേഖലകളാണ്. വരച്ചല്ലോ, ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ, ഗുഡ്. സാർ, 9 എണ്ണത്തിന്റെ പേരൊന്ന് ഷെയർ ചെയ്യുമോ? പേര് ഞാൻ ഇടാം. പേരിടണത് ഇപ്പോ ഞാൻ നമ്മൾ ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണോ, അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താന്ന് മനസ്സിലാവില്ല. ഇതെന്താണെന്ന് കരിയറൊക്കെ എന്താന്ന് അവർ ചോദിക്കൂലേ. ഞാൻ ഐ വിൽ ഷെയർ ഇട്ട്, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഷെയർ ചെയ്യാം. ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം വാട്സപ്പിൽ. അപ്പം അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നവർക്കല്ലേ കിട്ടുള്ളൂ. അതേപോലെ ചെയ്യാം.
ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ അങ്ങോട്ടുള്ള സെഷൻസിൽ ഞാൻ ലൈഫ് കോച്ചിങ്ങിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് അത് ഗുണകരമായിട്ട് വളരെ നല്ല കേട്ടോ. ലൈഫ് കോച്ചിങ് ക്ലാസ് ഉഗ്രം ക്ലാസ്സാണ്, ഉഗ്രം ക്ലാസ്. നമുക്ക് ഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയിരിക്കുന്ന മെന്റർ എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചറമ്മയുടെ ടീച്ചറാണ്. മനസ്സിലായില്ലേ? ടീച്ചറമ്മയുടെ ടീച്ചറാണ് അവര്. ഭയങ്കര നോളജ് ഉള്ള ലേഡിയാണ്, ഭയങ്കര ഹമ്പിളാണ് ആള്, എന്തും പറഞ്ഞു തരാൻ റെഡിയാണ്. ഓൺലി തിങ് ഈസ് നമ്മൾ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. പക്ഷെ അവർ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ പറയും, അതാണ് ആകെ ഒരു ഇത്. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് അത് ശ്രദ്ധിച്ചിരിക്കണം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എങ്ങനെയാലും ഒരു സ്റ്റേജിൽ എത്തിക്കും അവർ. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലും എനിക്ക് കിട്ടുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? സാറേ, ഓക്കെ, നന്നായിരുന്നു ക്ലാസ്. നന്നായിരുന്നു. ഓക്കെ ഓക്കെ. നല്ല ക്ലാസ്. ഇതുപോലത്തെ ഒരു ക്ലാസ് ഇതുവരെ